അതിന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴ്സ് ഔട്ട്കംസ് ആണ് ഇവിടെ താഴെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ 6 കോഴ്സ് ഔട്ട്കംസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ്, ഇന്റർനെറ്റ് ഫണ്ടമെന്റൽസ്, വേൾഡ് വൈഡ് വെബ് ഫണ്ടമെന്റൽസ്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. കോഴ്സ് ഔട്ട്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് കോഴ്സ് യു മസ്റ്റ് ബി ഏബിൾ ടു ഡു ഓൾ ദോസ് തിങ്സ്. അതാണ് കോഴ്സ് ഔട്ട്കം. ഈ കോഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. അതാണ് നമ്മളിവിടെ കോഴ്സ് ഔട്ട്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഔട്ട്കം ഇതാണ്. HTML ഉപയോഗിച്ച് വെബ് പേജസ് ഡിസൈൻ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനുമുള്ള കഴിവ്. ഫസ്റ്റ്. സെക്കൻഡ്, അപ്ലൈ വെബ് പേജ് സ്റ്റൈലിംഗ് വിത്ത് CSS. CSS എന്ന് പറഞ്ഞാൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ആണ്. നമുക്ക് വെബ് പേജസിനെല്ലാം ഒരു യൂണിഫോം സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി, ഒരു ലുക്ക് ആൻഡ് ഫീൽ, നല്ല ലുക്ക് ആൻഡ് ഫീൽ നൽകാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമുക്ക് ഒരു വെബ്സൈറ്റിൽ 100 ഡിഫറെന്റ് പേജസ് ഉണ്ടെങ്കിൽ യൂണിഫോം ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് ഒരു പ്രാവശ്യം സ്റ്റൈൽ ഷീറ്റ് ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാവരും ആ എല്ലാ പേജസും ആ സെയിം ലുക്ക് ആൻഡ് ഫീൽ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കാണുന്നു എന്നുള്ളത് അതിന്റെ ലേഔട്ട് ഫോളോ ചെയ്യും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഫോമാറ്റ് ചെയ്യും, അതിന്റെ സ്റ്റൈൽ എങ്ങനെ, അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെ നല്ലതായിട്ട് പ്രസന്റ് ചെയ്യും, നല്ല പ്രസന്റബിൾ ഫോമിലേക്ക് എങ്ങനെ എത്തിക്കും. അതാണ് ഇവിടെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് വെച്ച് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. മൂന്നാമത്തെ ഔട്ട്കം എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ഡൈനാമിക് ഡോക്യുമെന്റ്സ് വിത്ത് ജാവാസ്ക്രിപ്റ്റ്. ക്ലയന്റ് എൻഡിൽ ഇത് ക്ലയന്റ് സൈഡ് പ്രോഗ്രാമിംഗ് ആണ്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയും. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ക്ലയന്റ് സൈഡിൽ, അതായത് ബ്രൗസർ സൈഡിൽ പ്രോഗ്രാമിംഗ് വേണ്ട ആവശ്യങ്ങൾ, ഇപ്പൊ വാലിഡേഷൻ ആവശ്യം, നിങ്ങളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഡേറ്റ് ടൈപ്പ് ചെയ്തു, അത് പ്രോപ്പർ ഡേറ്റ് ഫോർമാറ്റിലാണോ അല്ലയോ എന്നിങ്ങനെയുള്ള വാലിഡേഷൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില ഡേറ്റാബേസിൽ നിന്നുള്ള ചില ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിൽ ചെയ്യുന്നത്. HTML കൊണ്ട് നമുക്ക് സ്റ്റാറ്റിക് പേജസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് കുറച്ച് പ്രോഗ്രാമിംഗ് എലിമെന്റ്സ് ആഡ് ചെയ്യാനാണ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ക്ലയന്റ് സൈഡിൽ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അടുത്തത് നാലാമത്തെ എന്ന് പറയുന്നത് സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ആണ്. ആക്ച്വലി ഒരു വെബ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സെർവർ സൈഡിൽ ഒരു പ്രോഗ്രാമിംഗ് ധാരാളം ആവശ്യമായിട്ട് വരും. അതിന് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ PHP എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ദർ ആർ മെനി അതർ ലാംഗ്വേജസ് ലൈക്ക് ASP, CGI, Perl, അങ്ങനെ പല ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. നമ്മൾ പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഡേറ്റാബേസ് ഉപയോഗിച്ച് ഡേറ്റാബേസ് സപ്പോർട്ടോടുകൂടി വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവാണ് നമ്മൾ അഞ്ചാമതായിട്ട് പ്രതീക്ഷിക്കുന്നത്. ആറാമതായിട്ട് ഔട്ട്ലൈൻ സ്റ്റെപ്സ് ഇൻ വെബ് ഹോസ്റ്റിംഗ്. എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ എങ്ങനെ അത് ഹോസ്റ്റ് ചെയ്യാം, എങ്ങനെ ഒരു ഡൊമൈൻ നെയിം എങ്ങനെ ചൂസ് ചെയ്യണം, എങ്ങനെ ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യണം, എങ്ങനെ ഒരു സെർവർ സ്പേസ് ഹയർ ചെയ്യണം, എങ്ങനെ അത് നമ്മൾ ഉണ്ടാക്കിയ ഫയൽസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വെബ് ഹോസ്റ്റിംഗിൽ പഠിക്കേണ്ടത്. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പബ്ലിഷിംഗ് മേഖലയിലുള്ളതാണ്. നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും വെബ് പ്രോഗ്രാമിംഗ് നോളജ് ഇല്ലായെങ്കിൽ പോലും, ഇപ്പം നമുക്കറിയാം പബ്ലിഷിംഗ്, ഇപ്പം ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്, അവർക്ക് എവരി നൗ ആൻഡ് ദെൻ അവരുടെ കണ്ടന്റ് മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിനുവേണ്ടി പ്രോഗ്രാമിൽ എഡിറ്റ് ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും ചെയ്യുന്നത്. ഈ കോഴ്സ് ചെയ്യുന്നതിനുള്ള പ്രീ റിക്വസിറ്റ്സ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. നമുക്ക് മിനിമം ഈ കാര്യങ്ങളിൽ ചില അറിവുകൾ ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ വെബ് പ്രോഗ്രാമിംഗിലേക്ക്, വെബ് ഡെവലപ്മെന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് വേണ്ട 3 കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ബേസിക് നോളജ് ഓഫ് വെബ്, വേൾഡ് വൈഡ് വെബിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന വിവരങ്ങൾ നൽകുക. ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്. എവിടെയാണ് പഠിക്കുന്നത്? ഫസ്റ്റ് സെമസ്റ്ററിൽ കമ്പ്യൂട്ടിംഗ് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന പേപ്പറിൽ ഈ അടിസ്ഥാന വിവരങ്ങൾ, എന്താണ് ഇന്റർനെറ്റ് എന്നും ഇമെയിൽ എന്താണെന്നും ഇന്റർനെറ്റ് എങ്ങനെ ആക്സസ് ചെയ്യാവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്ങനെ വെബ് ബ്രൗസർ ഉപയോഗിക്കണം എന്നൊക്കെ പഠിക്കുന്നുണ്ട്. ആ ഒരു നോളജ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. രണ്ടാമത്തേത് എന്താണ്? പ്രോഗ്രാമിംഗ് ഇൻ സി. സെമസ്റ്റർ 2 പഠിക്കുന്ന പ്രോഗ്രാമിംഗ് ഇൻ സിയിൽ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും അത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യേണ്ടതെന്നും, പ്രോഗ്രാമിനുള്ള കൺസ്ട്രക്ട്സ് എന്തൊക്കെയാണ്, കൺട്രോൾ ലൂപ്പ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമ്മൾ
ഈ സെമസ്റ്റർ 2 പഠിച്ച പ്രോഗ്രാമിംഗ് ഇൻ സിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു നോളജും ഇവിടെ നമുക്ക് ആവശ്യമാണ്. മൂന്നാമതായിട്ട് ആവശ്യമുള്ളത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചുള്ള എങ്ങനെ നമുക്ക് വേണ്ട ഡേറ്റയെ സിസ്റ്റമാറ്റിക്കലി നല്ല പെട്ടെന്ന് ഫാസ്റ്റ് റിട്രീവൽ ഫോമാറ്റിൽ സൂക്ഷിക്കാം, ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ സെർവറിൽ സൂക്ഷിക്കാം. അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അപ്പൊ ഡേറ്റാബേസ് ക്രിയേഷനും സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ഉപയോഗിച്ചുള്ള ഡേറ്റാബേസ് ആക്സസും നമ്മൾ പഠിക്കുന്നത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന S3 പേപ്പറിലാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് വേണം വെബ് പ്രോഗ്രാമിലേക്ക് വരാൻ. അപ്പൊ ഇത് അറിയാൻ മേലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ ഇതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വേണം വെബ് പ്രോഗ്രാമിംഗ് ക്ലാസ്സുകളിലേക്ക് എത്തേണ്ടത്. നമുക്ക് 4 മൊഡ്യൂൾസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. 4 മൊഡ്യൂൾസ് ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നോക്കുക. ഇന്റർനെറ്റ് ഫണ്ടമെന്റൽസ് ആൻഡ് HTML ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. സെക്കൻഡ് മൊഡ്യൂളിൽ CSS ആൻഡ് JavaScript ആണ്. തേർഡ് മൊഡ്യൂളിൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് PHP ആണ്. ഫോർത്ത് മൊഡ്യൂളിൽ ഡേറ്റാബേസ് ഹാൻഡ്ലിങ്ങും കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വെബ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അത് നമുക്ക് സൊസൈറ്റിക്ക് ആവശ്യമുള്ള പ്രോഗ്രാംസുമായിട്ട് നമുക്ക് പുതിയ പുതിയ സർവീസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. അത് നിങ്ങൾക്കൊരു കരിയർ നൽകാനായിട്ട് പര്യാപ്തമാണ്. ഈ പഠിച്ചാലും നല്ലൊരു ജോലി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തത് വാട്ട് ഈസ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് എന്താണെന്ന് പരിശോധിക്കാം. നമ്മൾ ഇന്റർനെറ്റിലാണ് ഈ വെബ് ആപ്ലിക്കേഷൻസ് എല്ലാം റൺ ചെയ്യുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പല വെബ് ആപ്ലിക്കേഷൻസ്, ഇപ്പൊ എന്റെ ഈ ക്ലാസ് പോലും വെബ്എക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വഴി നമ്മളിപ്പം ദൂരെ അവരവരുടെ വീട്ടിലിരുന്ന് ഈ ക്ലാസ് ഇൻഫർമേഷൻ റവല്യൂഷന്റെ കാലത്തേക്ക് നമ്മുടെ മനുഷ്യരാശിയെ കൊണ്ടുവന്ന് എത്തിച്ചത് പ്രധാന ക്രെഡിറ്റ് ഇന്റർനെറ്റിനാണ്. കാരണം ലോകം മുഴുവൻ വ്യാപൃതമായിരിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. ഇന്റർനെറ്റ് ഈസ് ഗ്ലോബൽ സിസ്റ്റം ഓഫ് ഇന്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് യൂസ് ദ സ്റ്റാൻഡേർഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടു സെർവ് ബില്യൺസ് ഓഫ് യൂസേഴ്സ് വേൾഡ് വൈഡ്. വേൾഡ് വൈഡ് ആയിട്ട് ബില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടുഗദർ. അതാണ് ഒരു ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. ഇന്റർനെറ്റിനെ കുറിച്ച് കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇന്റർനെറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇവിടെ ആദ്യം പറയുന്നത് നെറ്റ്വർക്ക് ആണ്. എ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 2 or more കമ്പ്യൂട്ടർ സിസ്റ്റംസ് ലിങ്ക്ഡ് ടുഗദർ. 2 അതിൽ കൂടുതലോ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഒരുമിച്ച് ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യുന്നതിനാണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെറ്റ്വർക്കിന് പല ഗുണങ്ങളുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഒരു ഓഫീസിൽ 10 കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു പ്രിന്ററേ ഉള്ളൂ. അപ്പൊ ആ പ്രിന്റർ നമുക്ക് ഒരു നെറ്റ്വർക്കായിട്ട് എല്ലാവരെയും കൂടെ ലിങ്ക് ചെയ്താൽ ഈ പ്രിന്റർ നമുക്ക് ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫയൽ സെർവർ എല്ലാവർക്കും ഒരേ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്ത് ഒരേ ഡേറ്റാബേസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ നെറ്റ്വർക്ക് വഴി സാധ്യമാകും. അപ്പൊ അത് അങ്ങനെ നെറ്റ്വർക്കിന്റെ അപ്പം ഇവിടെ നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ലാർജസ്റ്റ് നെറ്റ്വർക്കാണ്. ലോകം മുഴുവൻ ഉള്ള കമ്പ്യൂട്ടറുകളും നെറ്റ്വർക്കുകളും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു വലിയ നെറ്റ്വർക്കാണ്. അപ്പൊ ലാർജസ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ് കണക്ടിങ് മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ദാറ്റ് ഈസ് വാട്ട് ഇന്റർനെറ്റ്. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ് ടൂൾ. ഇന്റർനെറ്റ് കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ് ആണ്. ഇത് ആദ്യമായിട്ട് ഇതിന്റെ ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 1969 അവിടെ തൊട്ട് ഇങ്ങോട്ട് പാക്കറ്റ് സ്വിച്ചിങ് വഴിയുള്ള ടെക്നോളജി വഴിയുള്ള ഷെയറിങ് വന്നു. അത് കഴിഞ്ഞിട്ട് നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ NSF നെറ്റ് എന്ന് പറയുന്ന അതോടെ ചേർന്നു. അതിനുശേഷം TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് 1973 വന്നപ്പോൾ ഇന്നത്തെ രീതിയിലുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് അത് മാറി. അതിനുശേഷം അന്ന് വരെ അത് കുറച്ച് ലിമിറ്റഡ് ആൾക്കാർക്ക് വേണ്ടി, ഇത് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് US ആയിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നൂറുകണക്കിന് പുതിയ പുതിയ നെറ്റ്വർക്കുകളും ടെക്നോളജികളും വെബ് സർവീസസും ആഡ് ചെയ്ത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇന്റർനെറ്റ് ആയിട്ട് നമുക്കറിയാം. ഈ ഫേസ്ബുക്ക് ഒക്കെ ഈ റീസെന്റ് വന്ന സാധനങ്ങളാണ്. ജിമെയിൽ വന്നിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്നത്തെ രീതിയിലുള്ള ഫ്രീ ഇമെയിൽ വന്നിട്ട് തന്നെ അധിക കാലമായിട്ടില്ല, ഒരു 20 years ആയിട്ടുള്ളൂ. അപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് GPS പോലുള്ള ആപ്ലിക്കേഷൻസ്, ജോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്, ഇതൊക്കെ പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ് ടൂളാണ്. ഇന്റർനെറ്റ് ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത്. പുതിയ പുതിയ സർവീസസുകളും പുതിയ പുതിയ സങ്കേതങ്ങളും ടെക്നോളജികളും ഒക്കെ ഇതിനോട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്ൻസ് ആൻ അമേസിംഗ് വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻ.
ഇതിനകത്ത് ഉള്ള ഇൻഫർമേഷനെ കുറിച്ച് ആലോചിച്ചാൽ വളരെ ലാർജ് വോളിയം ഓഫ് ഇൻഫർമേഷൻ ആണ്. അത് പല ഫോമിൽ, വീഡിയോ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഓഡിയോ ഉണ്ട്, ഇമേജസ് ഉണ്ട്, PDF ഫോമാറ്റ്, ധാരാളം ഡിഫറെന്റ് ഫോമാറ്റ്സിൽ ഇനോർമസ് വോളിയം ഓഫ് ഇൻഫർമേഷൻ ആണ് ഇന്റർനെറ്റിലുള്ളത്. പ്രൊവൈഡ്സ് ന്യൂ വേസ് ഓഫ് ആക്സസിങ്, ഇന്ററാക്ടിങ് ആൻഡ് കണക്ടിങ് വിത്ത് പീപ്പിൾ ആൻഡ് കണ്ടന്റ്. മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ പുതിയ പുതിയ കണ്ടന്റുകൾ സെർച്ച് ചെയ്യാനും അത് ഉപയോഗിക്കാനും ഒക്കെയുള്ള പല ആക്സസിങ് മെത്തേഡ്സ് നമുക്ക് പല രീതിയിൽ മൊബൈൽ ഫോൺ വഴി ആക്സസ് ചെയ്യാം, ലാപ്ടോപ്പ് വഴി ആക്സസ് ചെയ്യാം. ബ്രൗസർ തന്നെ പല പല ടൈപ്പ് ബ്രൗസേഴ്സ് ഉണ്ട്. അതുപോലെ ഇന്റർനെറ്റ് ആപ്പ്, നമുക്കിപ്പോൾ മൊബൈൽ ഫോണിൽ ആപ്പുകളുണ്ട്, അതുവഴി ആക്സസ് ചെയ്യാം. വെബ് ബ്രൗസർ വഴി, അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ആക്സസിങ് ഉണ്ട്, ഇന്ററാക്ഷൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഉള്ള ഒരു സാധനമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ടൂൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1969 US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആണ് അർപ്പാനെറ്റ് എന്ന പേരിൽ ഇത് തുടക്കം കുറിച്ചത്. അതിനുശേഷം അർപ്പാനെറ്റ് ഒരു 10 വർഷത്തിന് ശേഷം ഡിസ്കണ്ടിന്യൂ ചെയ്തു, ഡീകമ്മീഷൻ ചെയ്തു. നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ NSF നെറ്റും ആദ്യം അവരും ഇതിന്റെ കൂടെ ചേർന്നു. അവരുടെയും കുറച്ച് കഴിഞ്ഞ് ഡീകമ്മീഷൻ ചെയ്തു. അത് കഴിഞ്ഞ് പ്രൈവറ്റ് കമ്പനികളും റിസർച്ച് ഓർഗനൈസേഷൻസും എല്ലാം കൂടെ ഏറ്റെടുത്ത് കോർപ്പറേറ്റുകളും എല്ലാം കൂടെ ചേർന്നിട്ട് ഇന്നത്തെ ഫോമിലുള്ള ഇന്റർനെറ്റ് ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. നമുക്ക് ഇതിന്റെ യൂസസ് ഒക്കെ ഒന്ന് നോക്കാം. യൂസസ് ആൻഡ് അഡ്വാൻറ്റേജസ്. ഒരേ സമയത്ത് ഇതിന്റെ അഡ്വാൻറ്റേജുമാണ് യൂസസുമാണ്. ഷെയറിങ് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് അറിയാം, നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും, എന്ത് ഇൻഫർമേഷൻ, ഇപ്പൊ അത് ടെക്സ്റ്റ് മെസ്സേജസ് ആകാം, വീഡിയോസ് ആകാം, ഓഡിയോ ആകാം, ഇമേജസ് ആകാം, നമ്മൾ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്, ഫേസ്ബുക്ക് പോലുള്ള, ട്വിറ്റർ പോലുള്ള സൈറ്റ്സ് വഴി നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ധാരാളം ഇൻഫർമേഷൻ ഷെയറിംഗ് മെത്തേഡ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. വളരെ ഈസിയാണ്, ചീപ്പാണ്, ഫാസ്റ്റാണ്. ഇൻസ്റ്റന്റേനിയസ്ലി നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, ഞാൻ ആദ്യമേ തന്നെ നമ്മൾ സൂചിപ്പിച്ചു, ഇനോർമസ് ഇൻഫർമേഷൻ ഇതിനകത്തുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് എത്തണമെങ്കിൽ സെർച്ച് എഞ്ചിൻസ് യൂസ് ചെയ്യാം. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, യാഹൂ സെർച്ച് എഞ്ചിൻ ഒക്കെ ധാരാളം സെർച്ച് എഞ്ചിൻസ് ഇതിനകത്തുണ്ട്. ഗൂഗിൾ ആണ് ഏറ്റവും പോപ്പുലർ സെർച്ച് എഞ്ചിൻ. അത് റൗണ്ട് ദി ക്ലോക്ക് അവൈലബിൾ ആണ്, 24/7 365 ഡേയ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന രീതിയിൽ സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. അതുവഴി നമുക്ക് ഇന്റർനെറ്റിലുള്ള ഇനോർമസ് ഇൻഫർമേഷനിലേക്ക് ആക്സസ് കിട്ടും. ന്യൂസ്, ലേറ്റസ്റ്റ് ന്യൂസ് ഒക്കെ അപ്പൊ നമുക്കിപ്പോ കോവിഡ് വന്ന് ഈ നമ്മൾ ലോക്ക്ഡൌൺ ആയി വീട്ടിലിരിക്കുമ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് നടക്കുന്നു എന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോ സഹിതം നമുക്ക് കാണാൻ സാധിക്കും. എവിടെ? നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ കാണാൻ സാധിക്കും. അപ്പൊ അത്രയ്ക്ക് ഒരു ടെക്നോളജി റെവല്യൂഷൻ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സ് ഒരു ഫിംഗർ ടിപ്പിൽ നമ്മുടെ മുമ്പിൽ എവിടെയാണോ നമ്മൾ അവിടെ എത്തുകയാണ്. ഷെയറിങ്, സെർച്ചിങ് ജോബ്സ്. നമുക്കിപ്പോൾ ജോലി തേടി എങ്ങും അലഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ കമ്പനികളിലൊക്കെ ചെന്ന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരുന്ന് ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ പോയി, അങ്ങനെയൊക്കെയായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും അല്ല. കോർപ്പറേറ്റുകളും നമ്മുടെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, ഇപ്പൊ കേരള PSC ആണെങ്കിൽ അവരുടെ എല്ലാ വിജ്ഞാപനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ഹാൾ ടിക്കറ്റ് അതുപോലുള്ള കാര്യങ്ങൾ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് എക്സാം എഴുതി റിസൾട്ട് ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യും, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. നമ്മുടെ പോസ്റ്റിംഗ് ഓർഡർ, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഇന്റർനെറ്റ് വഴി നമ്മുടെ എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ നമുക്ക് ആക്സസിബിൾ ആണ്. അപ്പൊ ജോബ്, ഇപ്പം കമ്പനികൾക്കാണെങ്കിലും ഇപ്പൊ ഒരു ക്രൂഷ്യൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു പോസ്റ്റിലേക്ക് ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഇന്റർനെറ്റ് വഴി പബ്ലിഷ് ചെയ്താൽ അത് അതിന്റെ റൈറ്റ് കാൻഡിഡേറ്റ്സിന്റെ കയ്യിലേക്ക് അഡ്വർടൈസ്മെന്റ് റീച്ച് ചെയ്യാനും ഇത്. അപ്പൊ രണ്ട് സൈഡിലും എംപ്ലോയേഴ്സിനും എംപ്ലോയീസിനും ഈ ജോബ് അഡ്വർടൈസ്മെന്റും അതിലെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡ്സും ഒക്കെ കാരണം വളരെയധികം എളുപ്പമായിട്ട് മാറിയിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റ്സ്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രിന്റ് മീഡിയയിൽ അഡ്വർടൈസ് ചെയ്താൽ ആ അഡ്വർടൈസ് റീച്ച് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ മലയാള മനോരമയിൽ നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ മലയാള മനോരമ എവിടെയൊക്കെ ചെല്ലുന്നു അവിടെ മാത്രമേ അതിന്റെ റീച്ച് ഉള്ളൂ. അതേസമയം ഇന്റർനെറ്റിൽ അഡ്വർടൈസ് ചെയ്യുന്നത് ഈ ലോകം മുഴുവനായിട്ട് ഗ്ലോബൽ റീച്ച് ആണ്. ലോകത്ത് എവിടെയും അതിന്റെ റീച്ച് എത്തും എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ, there are many methods for communication, including email, chatting, video conferencing, web meetings. അങ്ങനെ ധാരാളം. ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ചീഫ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് വീഡിയോ കോൺഫറൻസിങ്.
അവരെല്ലാവരും അവരവരുടെ ഓഫീസിൽ ഇരിക്കുന്നു, പക്ഷെ അവരെല്ലാവരും നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുന്നു. അപ്പൊ അത്രയ്ക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് ടെക്നോളജി നമുക്ക് നൽകിയിരിക്കുന്നത്. എന്റർടൈൻമെന്റ്, as you know, there are many entertainment channels in internet. You can view movies, listen music, and you can play games. Many things are there. മൂവീസ് നമുക്കറിയാം, ആമസോൺ പ്രൈം ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്. ഇതൊക്കെ ലേറ്റസ്റ്റ് മൂവീസ് വരെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓൺലൈൻ അഡ്മിഷൻ, നമുക്ക് നിങ്ങൾ തന്നെ അഡ്മിഷൻ എടുത്തത് polyadmission.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയാണ്. അപ്പം വളരെ എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റാങ്ക് ലിസ്റ്റും അതിന്റെ സെലക്ഷനും ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വീട്ടിലെത്തുകയാണ്. ഇപ്പൊ ഓൺലൈൻ അഡ്മിഷൻ, ഇപ്പൊ എനിക്ക് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണം. ഡൽഹിയിൽ പോയി ആപ്ലിക്കേഷൻ മേടിച്ച് ഫില്ല് ചെയ്ത് അവിടെ കൊടുത്തു. ഞാൻ ഇവിടുന്ന് വണ്ടി കയറി അവിടെ പോകണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓൺലൈൻ അഡ്മിഷൻ ആകുമ്പോൾ ഇവിടെ ഇരുന്ന് കേരളത്തിലുള്ള ഒരു സ്റ്റുഡന്റ് ആപ്ലിക്കന്റിന് ഇവിടെ ഇരുന്ന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇവിടെ ഇരുന്ന് തന്നെ മോണിറ്റർ ചെയ്യാം. നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ മാത്രം അവിടെ പോയി അഡ്മിഷൻ എടുത്താൽ മതി. അപ്പൊ അത്രയ്ക്ക് വളരെയധികം പ്രയോജനപ്രദമായ കാര്യമാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. This class itself is an example of online education. We are using this application WebEx for this class. അപ്പം ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇപ്പൊ പ്രത്യേകിച്ചും ലോക്ക്ഡൌൺ സീസണിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ വളരെ പോപ്പുലർ ആയി. ദർ ആർ മെനി പാക്കേജസ് ഓൾസോ. ഇപ്പൊ ബൈജൂസ് ആപ്പ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. സ്കൂൾ ലെവലിലുള്ള കുട്ടികൾക്ക് വളരെ വിശാലമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റംസ്, സർവീസസ് നമുക്ക് ഇന്ന് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഓൺലൈൻ റിസൾട്ട്സ്, നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ റിസൾട്ട്സും നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷന്റെ റിസൾട്ട്സും ഒക്കെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ SSLC +2 ഒക്കെ റിസൾട്ട് നമ്മൾ ഓൺലൈനായിട്ട്, നേരത്തെ പണ്ടൊക്കെ ആണെങ്കിൽ പേപ്പറിൽ പബ്ലിഷ് ചെയ്ത് നമ്മൾ ഇന്നിപ്പോ രാവിലെ 10 മണിക്ക് പബ്ലിഷ് ചെയ്ത റിസൾട്ട് അറിയണമെങ്കിൽ നാളെ രാവിലെ പേപ്പർ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കാം. ഇപ്പോഴങ്ങനെയല്ല, ഇൻസ്റ്റന്റേനിയസ്ലി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൺലൈനിൽ അവൈലബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ നോക്കി നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വളരെ പ്രയോജനമാണ്. ഇപ്പൊ PSC ടെസ്റ്റിന്റെ റിസൾട്ട് ആയാലും നമ്മുടെ എക്സാംസിന്റെ റിസൾട്ട് ആയാലും യൂണിവേഴ്സിറ്റികളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഓൺലൈനായിട്ടാണ് ഇപ്പൊ അവരുടെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഓൺലൈൻ ടിക്കറ്റ് ആൻഡ് ഷെഡ്യൂളിംഗ്, ഇഫ് യു വാണ്ട് ടു ഗോ സംവെയർ, railway tickets, bus tickets, it is available. Many services are there to book tickets for flight, train, bus, and ഷെഡ്യൂൾ നമുക്ക് അവിടെ കിട്ടും. ഇൻസ്റ്റന്റ് നമുക്ക് ഏത് സമയത്താണ് നമ്മുടെ ബസ് പുറപ്പെടുന്നത് അല്ലെങ്കിൽ ട്രെയിൻ പുറപ്പെടുന്നത്, എപ്പോൾ അവിടെ ചെല്ലും, അവിടുന്ന് എന്തെങ്കിലും കണക്ഷൻ ബസ് കയറുന്നുണ്ടെങ്കിൽ അതിന്റെ ടൈമിങ്, ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. അത് വളരെ പ്രയോജനകരമാണ്. അപ്പൊ ഇനി എന്തെങ്കിലും റീഷെഡ്യൂളിംഗ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഫ്ലൈറ്റ് നമ്മുടെ 2 മണിക്കൂർ പോസ്റ്റ്പോൺ ചെയ്യും, അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് പ്രീപോൺ ചെയ്യും, അല്ലെങ്കിൽ ട്രെയിൻ കുറച്ച് ലേറ്റ് ആണ്, ഇതെല്ലാം നമുക്ക് ഓൺലൈൻ വഴി അറിയാൻ പറ്റും. ഇതൊക്കെ വളരെയധികം പ്രയോജനമാണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കാത്തിരുന്ന് വെറുതെ ഒത്തിരി സമയം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ടി വരും. അടുത്തെന്താണ് ഓൺലൈൻ കൺസൾട്ടേഷൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ ടെലിമെഡിസിനെ കുറിച്ച്, അതിന്റെ ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് അനൗൺസ് ചെയ്യുകയുണ്ടായി. ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് മെഡിക്കൽ സർവീസസ് നമുക്ക് ലഭ്യമാക്കുകയാണ്. അപ്പം ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി മെഡിക്കൽ സർവീസ് ആയാലും ലീഗൽ സർവീസ് ആയാലും ലീഗൽ അഡ്വൈസസ്, അഗ്രികൾച്ചർ, നമുക്ക് കൃഷിക്കാരനാണ്, ഞാനിപ്പോൾ ഒരു നെൽകൃഷി ചെയ്യുന്ന ആളാണ്, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഒരു പ്രത്യേക കാലാവസ്ഥയിൽ എങ്ങനെ മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ ഒരു പ്രത്യേക കീടം എന്നെ നെല്ലിനെ ബാധിച്ചു, അതിനെ എങ്ങനെ ഓവർകം ചെയ്യും. അപ്പൊ അതിന്റെ എക്സ്പെർട്ടുകളുമായിട്ട് ഓൺലൈനായിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ കിട്ടി എനിക്കത് ആ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ ടെക്നിക്കൽ എക്സ്പ്ലനേഷൻസ്, ഇതെല്ലാം നമ്മളൊരു പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് വാങ്ങിച്ചു, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, നമുക്കത് ഓൺലൈനായിട്ട് പോയി നോക്കിയാൽ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, അതിന്റെ ഇൻസ്റ്റാൾ ചെയ്യുന്ന, അതിന്റെ ബോക്സ് അഴിക്കുന്നത് തൊട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. അങ്ങനെ ഇന്റർനെറ്റ് കൊണ്ട് there are many more uses and advantages. In addition to these uses and advantages, there are certain disadvantages also. So let us see what are those disadvantages. Virus. See, now we are all at home because of a human virus called COVID-19. All of you are aware of that. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളിലേക്കൊക്കെ കടക്കേണ്ടി വന്നത് തന്നെ ഈ ഒരു ലിറ്റിൽ ഫ്രണ്ടിന്റെ ഒരു പ്രഭാവം കൊണ്ടാണ്, അല്ലെ? അപ്പൊ അത്രയ്ക്ക് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലെ പറ്റാത്ത രീതിയിലുള്ള വളരെ ചെറിയ ഈ ഒരു വൈറസിന്
ഒരു എൻ്റയർ പോപ്പുലേഷനെ, ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും വീട്ടിലിരുത്താൻ ഉള്ള ഒരു ശേഷിയുണ്ട്. ഇതുപോലെ തന്നെ അപകടകാരികളാണ് കമ്പ്യൂട്ടർ വൈറസ്. ഹ്യൂമൻ വൈറസ് പോലെ തന്നെ അപകടകാരികളാണ്. കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാലീഷ്യസ് പ്രോഗ്രാമാണ്. അതൊരു പ്രോഗ്രാമാണ് റിട്ടൺ ബൈ സംബഡി. ഏതോ കുബുത്തിയുടെ മനസ്സിൽ ഉദിച്ച ഒരു പ്രോഗ്രാമാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. ഈ വൈറസ് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? ഇത് നമ്മുടെ ഹ്യൂമൻ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ സ്വയം മൾട്ടിപ്ലൈ ചെയ്യും, സ്വയം കോപ്പി ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇന്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനം ഡൗൺലോഡ് ചെയ്യുമ്പം അതിന്റെ കൂട്ടത്തിൽ ഇവനും ഇങ്ങു പോരും ചിലപ്പം. അത് ഒരു നല്ല സൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ, സോഴ്സ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് വൈറസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻഫെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സിസ്റ്റത്തിലുള്ള വൈറ്റൽ ഇൻഫർമേഷൻസ് അത് കറക്റ്റ് ചെയ്യും. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫയൽസ് ആയാലും ശരി, അങ്ങനെയുള്ള വൈറ്റൽ ഇൻഫർമേഷൻസ് കറക്റ്റ് ചെയ്യും. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കറക്റ്റ് ചെയ്താൽ നമ്മുടെ സിസ്റ്റം ഡൗൺ ആകും. അപ്പൊ അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി 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 കെയർഫുൾ അബൌട്ട് സച്ച് malicious programs called viruses. നെക്സ്റ്റ്, സെക്യൂരിറ്റി ഇഷ്യൂസ്. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ സൈറ്റ് ഹാക്ക് ചെയ്തു, കേരള നിയമസഭയുടെ സൈറ്റ് ഹാക്ക് ചെയ്തു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എങ്ങനെയാണ് ഈ ഹാക്ക് ചെയ്യുന്നത്? അതും ഇതുപോലെയുള്ള ചില കുബുദ്ധികളുടെ പരിപാടിയാണ്. അവര് നമ്മുടെ സൈറ്റിന്റെ ഓതന്റിക്കേഷൻ അതെങ്ങനെയെങ്കിലും കൈക്കലാക്കിയിട്ട് അതിന്റെ യൂസർ ID പാസ്വേഡ് ഒക്കെ, അല്ലെങ്കിൽ SQL ഇഞ്ചക്ഷൻ പോലുള്ള മാർഗങ്ങളുണ്ട്. നമ്മുടെ ഡേറ്റ അവര് കറപ്റ്റ് ചെയ്യും. അതിനകത്തുള്ള ഡേറ്റ കറപ്റ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അവർക്ക് സ്റ്റീൽ ചെയ്യാം, അവർക്ക് എടുത്തുകൊണ്ട് പോകാം. അപ്പൊ അതുപോലെ തന്നെ ഈ വെബ് പേജസ് ഒക്കെ ഡാമേജ് ചെയ്യാം, അതിന് വേറെ കണ്ടന്റ് ഒക്കെ മാറ്റിയിടാം. അങ്ങനെ ധാരാളം അപകടങ്ങളുള്ളതാണ് സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഫയർവാൾ പോലുള്ള വൈറസ് പ്രൊട്ടക്ഷൻ, ഈ ഇൻട്രൂഡർ പ്രൊട്ടക്ഷൻ പോലുള്ള സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറും അവൈലബിൾ ആണ്. സോ വി ഹാവ് ടു യൂസ് such facilities to prevent hackers from accessing our websites. Next disadvantage എന്താണ്? Obscene and offensive content. നിങ്ങൾക്കറിയാം, ധാരാളം ഇമ്മോറൽ ഇല്ലീഗൽ മെറ്റീരിയൽസ് ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ്, പിക്ചേഴ്സ് ആൻഡ് മൂവീസ് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ. സോ ആസ് എ സ്റ്റുഡന്റ് യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ അബൌട്ട് സച്ച് ഇമ്മോറൽ ഇല്ലീഗൽ മെറ്റീരിയൽസ്. നെക്സ്റ്റ് എന്താണ്? ഇൻഫർമേഷൻ ഓവർലോഡ്. നമുക്ക് അറിയാം, ഒരു സെർച്ച് എഞ്ചിനിൽ പോയിട്ട് ഏതെങ്കിലും ഒരു കീവേഡ് എടുത്ത്, ഇപ്പൊ ഇന്റർനെറ്റ് എന്ന് വെച്ചൊരു നിങ്ങൾ സെർച്ച് ചെയ്താൽ ലാക്സ് ഓഫ് ലിങ്ക്സ് ആണ് നിങ്ങൾക്ക് അവിടെ വരാൻ പോകുന്നത്. ഇന്റർനെറ്റിനെ കുറിച്ച് അത്രയ്ക്ക് അധികം ഇൻഫർമേഷൻ, ഏത് കീവേഡ് കൊടുത്താലും. ഇപ്പൊ COVID-19 എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ലാക്സ് ഓഫ് ലിങ്ക്സ് നിങ്ങൾക്ക് കിട്ടും. നമുക്കിത് മുഴുവൻ സെർച്ച് ചെയ്ത് കറക്റ്റ് ഇൻഫർമേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം വേണം ഇത് ചൂസ് ചെയ്യാൻ, ഏത് ഇൻഫർമേഷൻ വേണം. അപ്പൊ നമുക്ക് ഇപ്പൊ ആദ്യം 1-2 സൈറ്റിലൊക്കെ നമുക്ക് പോയി ഇത്, അപ്പൊ അതിന്റെ ഓതന്റിക്കേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ആ ഇൻഫർമേഷൻ ചൂസ് ചെയ്യാൻ. അപ്പൊ ഇൻഫർമേഷൻ ഫിൽറ്ററിംഗ് ഈസ് എ ടീഡിയസ് ജോബ് വെൻ യു യൂസ് ഇന്റർനെറ്റ്. ആക്യുറസി ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ ഈ കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ദർ ആർ മെനി ഫോൾസ് ഇൻഫർമേഷൻ ഇൻ ഇന്റർനെറ്റ്. നിങ്ങൾക്കറിയാം, യൂട്യൂബിലൊക്കെ റീസെന്റ് ധാരാളം വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാർ. ഇപ്പൊ COVID-19 ട്രീറ്റ്മെന്റിനെ കുറിച്ച് തന്നെ 100 വീഡിയോസ് അവൈലബിൾ. ഇതൊന്നും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല, ഇതൊന്നും ക്ലിനിക്കലി പ്രൂവ്ഡ് ഇൻഫർമേഷൻ ആയിരിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ അത് കണ്ടിട്ട് അത് സത്യമാണെന്ന് വിചാരിച്ച് അതിന് വേണ്ടി ചാടി പുറപ്പെടാൻ പാടില്ല. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇന്റർനെറ്റിൽ കണ്ടു എന്ന് വിചാരിച്ച് അത് സത്യമായിക്കൊള്ളണമെന്നില്ല. അതിന്റെ കറക്റ്റ്നെസ് നമ്മൾ വെരിഫൈ ചെയ്യണം. അതിന്റെ ഓതന്റിസിറ്റി വെരിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ, ഫോളോ ചെയ്യാവുള്ളൂ. നെക്സ്റ്റ്, സൈബർ ക്രൈംസ്. നിങ്ങൾക്കറിയാം, ഓൺലൈൻ ഗാംബ്ലിംഗ്, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, ബാങ്കിങ്, ഫൈനാൻസ് ഫ്രോഡ്, അബ്യൂസ്, ഡ്രഗ്സ് ട്രാഫിക്കിംഗ്, ക്രൈം അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ. ലോട്ട് ഓഫ് സൈബർ ക്രൈംസ് ആർ റിപ്പോർട്ടിംഗ് ഡേ ബൈ ഡേ. നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അന്വേഷിച്ചാൽ അറിയാം, ഒരു 10 വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്ന സൈബർ ക്രൈംസിന്റെ മൾട്ടിപ്പിൾ മടങ്ങാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മൾ സ്റ്റുഡന്റ് ആണ്, നമ്മൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്, വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ നമ്മുടെ സൊസൈറ്റിയെ, നമ്മളെ മാത്രമല്ല നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരെയും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ ഇത് അവെയർ ആക്കണം. ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഇങ്ങനെയുള്ള responsibility ആണ്. As a computer engineering student, you have to be careful about this. You have to make aware of your people around you. Last one, addiction of internet usage.
ചില കുട്ടികൾ ഇന്റർനെറ്റ് യൂസേജിൽ വാട്സാപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസിൽ, ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻസിൽ, പബ്ജി, ടിക്ടോക്ക് പോലുള്ള ഗെയിംസിലൊക്കെ അഡിക്ഷൻ ഉണ്ടാകാറുണ്ട്. ഇതും അപകടമാണ്. നമ്മൾ അനാവശ്യമായിട്ട് സമയം, ഇടയ്ക്കൊരു ഗെയിം ഉണ്ടായിരുന്നു, ഇത് യൂസ് ചെയ്യുന്ന ആളെ സൂയിസൈഡിലേക്ക് തള്ളിവിടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ധാരാളം ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇന്റർനെറ്റിലുണ്ട്. അതിലൊന്നും പോയി നമ്മൾ ടാപ്പ് ചെയ്യപ്പെടാൻ പാടില്ല. സോ വി ഹാവ് ടു ബി വെരി 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 കെയർഫുൾ അബൌട്ട് ദീസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർനെറ്റ്. ഗൂഗിൾ സെർച്ച് എഞ്ചിന്റെ ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ നമുക്ക് വേണ്ട കീവേഡ് ടൈപ്പ് ചെയ്താൽ ലിങ്കുകൾ വരും. ഇപ്പൊ ഇവിടെ 300 lakhs ആണ്ട് ഇവിടെ ലിങ്ക് വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് ഇത്രയും വെരിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഫസ്റ്റ് ഇത് പ്രിയോറിറ്റി അനുസരിച്ചാണ് അവർ ഈ സെർച്ച് എഞ്ചിൻ ഇന്റേണലി ഇതിന്റെ ഒരു പ്രിയോറിറ്റി ചെക്ക് ചെയ്യുക. അതിനുള്ള അൽഗോരിതം ഉണ്ട്. എന്നിട്ട് അവർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ്സ് ആണ് ആദ്യം വരുന്നത്. അത് അവരുടെ ഒരു അൽഗോരിതമാണ് അതിനെ തീരുമാനിക്കുന്നത് ഏതാണ്. അപ്പൊ ഇത് ഒരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം തന്നെ ഒരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യണം. എങ്കിലേ നിങ്ങളുടെ സൈറ്റിന് കൂടുതൽ റീച്ച് ഉണ്ടാവുള്ളൂ. അടുത്ത പേജ് നമ്മൾ ഈ ടൈംസ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കും. ഞാൻ കുറച്ച് 3 ടേംസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ആണ്. ബില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് കണക്റ്റഡ്. അതിൽ ഓരോ കമ്പ്യൂട്ടറിനും ഹോസ്റ്റ് എന്ന് പറയും. ആ ഓരോ ഹോസ്റ്റിനും നമ്മൾ റീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അത് റൂട്ട് ചെയ്യപ്പെടുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്, IP അഡ്രസ് ഉപയോഗിച്ചാണ്. അപ്പം ഇതേ ടെക്നോളജി സെയിം ആണ് ഈ മൂന്നിലും, ഇൻട്രാനെറ്റിലും എക്സ്ട്രാനെറ്റിലും. ഈ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ പ്രോട്ടോകോൾസ് ഉപയോഗിച്ചാണ് ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നതും എക്സ്ട്രാനെറ്റ് വർക്ക് ചെയ്യുന്നതും. അതിന്റെ മെത്തേഡ് ഓഫ് വർക്കിംഗ് സെയിം ആണ്. പക്ഷേ ഇതിന്റെ വ്യത്യാസം ഇതാണ്, ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. അതൊരു പർട്ടിക്കുലർ ഓർഗനൈസേഷന് വേണ്ടി, ഒരു എന്റർപ്രൈസിന് വേണ്ടി മാത്രമുള്ളതാണ്. അതിനകത്ത് ഈ എംപ്ലോയീസിന് അവരുടെ റിസോഴ്സസ് ഷെയർ ചെയ്യാനും അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെയാണ് ഇൻട്രാനെറ്റ് ഉപയോഗിക്കുന്നത്. എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള, ഇൻട്രാനെറ്റിനേക്കാൾ കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ളതാണ്. അതും ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷന് വേണ്ടി ഉള്ളതാണ്. എങ്കിലും അതിൽ ആ ഓർഗനൈസേഷൻ കൺട്രോൾഡ് ആക്സസ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് KCB, നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് ഇന്റർനെറ്റ്, അവരുടെ സ്വന്തം ഇന്റർനെറ്റ് ഉണ്ട്. അതിൽ അവിടുത്തെ എംപ്ലോയീസിന്റെ ഒഫീഷ്യൽ കാര്യങ്ങളുടെ ഷെയർ ചെയ്യാനും നോട്ടീസസ് അയക്കാനും അതിനൊക്കെയുള്ള സോഫ്റ്റ്വെയർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കോൺട്രാക്ടേഴ്സിനും മറ്റ് വെണ്ടേഴ്സിനും സപ്ലയേഴ്സിനും ഒക്കെ അതിന്റെ ലിമിറ്റഡ് ആക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന് വെളിയിലേക്ക് അതിന്റെ ആക്സസ് പോകുമ്പോഴാണ് അതിന് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രാനെറ്റിന്റെ ഒരു ഹയർ വേർഷൻ ആണ് എക്സ്ട്രാനെറ്റ്. എക്സ്ട്രാനെറ്റിൽ ആ കമ്പനി മാത്രമല്ല, കമ്പനിയുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടെ ആക്സസ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോൾ ആണ്. എക്സ്ട്രാനെറ്റ് കുറച്ചുകൂടെ പേർക്ക് ആക്സസ് കിട്ടും. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം കൂടെ സൂപ്പർ സെറ്റ് ആണ്. ഇങ്ങനെ കുറേ ഇന്റർനെറ്റും എക്സ്ട്രാനെറ്റ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് ത്രൂ ആണ് ഇവർ കണക്ട് ചെയ്യപ്പെടുന്നത്. പക്ഷെ ആക്സസ് മറ്റുള്ളവർക്ക് ഇല്ലാന്നേ ഉള്ളൂ. ഈവൻ നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനും ഇന്റർനെറ്റ് ഉണ്ട്. നമ്മുടെ ഓഫീസ് കാര്യങ്ങളും നമ്മുടെ എംപ്ലോയീസിന്റെ ഡേറ്റയും ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. വേൾഡ് വൈഡ് വെബ്, ഇന്റർനെറ്റിനോടൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ ഈ ടേംസ് തമ്മിൽ പരസ്പരം മാറി ഉപയോഗിക്കാറുണ്ട്. ഇന്റർനെറ്റിന് പകരം വേൾഡ് വൈഡ് വെബ് എന്നും വേൾഡ് വൈഡ് വെബിന് പകരം ഇന്റർനെറ്റും ഉപയോഗിക്കാറുണ്ട്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ്? ഇപ്പൊ ആ പിക്ചറിൽ കാണുന്ന പോലെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സെറ്റ് ആണ്. വേൾഡ് വൈഡ് വെബ് ഈസ് വൺ ഓഫ് ദി സർവീസസ് അവൈലബിൾ ഓൺ ഇന്റർനെറ്റ്. അതാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദി ഇന്റർനെറ്റ് ഈസ് എ ഫിസിക്കൽ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓൾ ഓവർ ദി വേൾഡ്. വേൾഡ് വൈഡ് വെബ് ഈസ് എ പാർട്ട് ഓഫ് ദി ഇന്റർനെറ്റ് ഓർ ഇറ്റ് ഈസ് എ സർവീസ് ഓഫ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ ഒരു സർവീസ് മാത്രമാണ് വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ് ഈസ് എ വെർച്വൽ നെറ്റ്വർക്ക് ഓഫ് വെബ്സൈറ്റ്സ് കണക്റ്റഡ് ബൈ ഹൈപ്പർ ലിങ്ക്സ്. വെബ്സൈറ്റുകളുടെ, അതായത് നേരത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് തന്നെ വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ നിങ്ങളെ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ്. ഈ വെബ്സൈറ്റ്സ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വെബ്സൈറ്റ്സ് ഉണ്ട്. ഇതിന്റെ എല്ലാം കൂടെ ഒരു കളക്ഷൻ ആണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ലിങ്ക്സ് ആണ് ഈ വെബ്സൈറ്റ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ. ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിനകത്ത് ബ്ലൂ കളേർഡ് ആയിട്ട് ലിങ്ക്സ് കാണും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിലേക്ക് ആ മാറ്ററിലേക്ക് പോകാം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന മറ്റൊരു പേജിലേക്കോ അല്ലെങ്കിൽ ആ പേജിന്റെ തന്നെ മറ്റൊരു ലൊക്കേഷനിലേക്കോ നമ്മളെ അത് ഡയറക്റ്റ് ചെയ്യും.
അപ്പൊ നമ്മൾ വായിക്കുന്നത് ആ വായന തന്നെ മാറി ഒരു ഹൈപ്പർ പ്ലെയിനിലാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവിടെ സീരീസ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ജമ്പ് ചെയ്ത് വായിക്കാം. അപ്പൊ ഞാൻ അതിന് എക്സാമ്പിൾസ് പറയാനുള്ള ഒരു നേരമില്ല. ഓടിച്ചു പറഞ്ഞാൽ നാടകവും സിനിമയും തമ്മിലുള്ള ഡിഫറൻസ് പോലെ ഇരിക്കും. നാടകം കാണുന്നത് കാഴ്ചക്കാരനും നടനും ദൂരവും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. സിനിമ അങ്ങനെയല്ല, ക്യാമറ നമുക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. ചിലപ്പോൾ ക്രെയിനിലിന്റെ മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ക്ലോസപ്പ് ആയിരിക്കും. അപ്പൊ അത് ആ വ്യത്യാസം നോക്കുക. നമ്മൾ ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ച് ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൾട്ടിപ്പിൾ പേജസിൽ ഓടി നടന്ന് വായിക്കാൻ പറ്റും. സെയിം അല്ല, നമ്മൾ സാധാരണ ഒരു പ്രിന്റ് മീഡിയയിൽ വായിക്കുമ്പോൾ ഒരു സിംഗിൾ പേജിൽ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. അതാണ് ഹൈപ്പർ. അങ്ങനെ എഴുതുന്ന ഈ ഹൈപ്പർ പ്ലെയിനിലുള്ള ടെക്സ്റ്റിനാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ ഇന്റർനെറ്റിന്റെ ഒരു വലിയ, അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിന്റെ ഒരു വലിയൊരു പ്രത്യേകത. വെബ്സൈറ്റ് സ്റ്റോർഡ് ഓൺ സെർവേഴ്സ് ഓൺ ദ ഇന്റർനെറ്റ് ആർ പാർട്ട് ഓഫ് വേൾഡ് വൈഡ് വെബ്. എല്ലാ വെബ്സൈറ്റുകളും വേൾഡ് വൈഡ് വെബിന്റെ പാർട്ടാണ്. ഇന്റർനെറ്റ് യൂസസ് TCP/IP, whereas വേൾഡ് വൈഡ് വെബ് യൂസസ് HTTP. TCP/IP എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോകോൾ സ്യൂട്ട് ആണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ് അതിന്റെ ഫുൾ ഫോം. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. വേൾഡ് വൈഡ് വെബ് വാസ് ക്രിയേറ്റഡ് ഇൻ 1992 ബൈ ടിം ബെർണേഴ്സ്-ലീ. അപ്പൊ ഈ പിക്ചർ നോക്കുക, ഇന്റർനെറ്റ് സൂപ്പർ സെറ്റ് ആണ്, അതിന്റെ സർവീസസ് ആണ് വേൾഡ് വൈഡ് വെബ്, FTP, ഇമെയിൽ, ടെൽനെറ്റ്. FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. നമുക്ക് ഒരു സിസ്റ്റം, ഇന്റർനെറ്റിലുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക്, ഇപ്പൊ നിങ്ങൾക്ക് വെബ് സെർവർ ഉണ്ടെങ്കിൽ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോഗ്രാംസ് ഒക്കെ വെബ് സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു FTP പ്രോട്ടോകോൾ ഉപയോഗിച്ചാണ്, FTP പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും പ്രോഗ്രാം ഉപയോഗിച്ചാണ് നമ്മൾ ഫയൽസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇമെയിൽ നിങ്ങൾക്കറിയാം, ഇലക്ട്രോണിക് മെയിൽ ഈസ് അനദർ സർവീസ് ഓഫ് ഇന്റർനെറ്റ്. ടെൽനെറ്റ് ഇതൊരു മറ്റൊരു സർവീസ് ആണ്. റിമോട്ട് കമ്പ്യൂട്ടർ ആക്സസിന് വേണ്ടിയാണ് ടെൽനെറ്റ് ഉപയോഗിക്കുന്നത്. ക്ലയന്റ് സെർവർ, ഈ കൂട്ടത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ക്ലയന്റ് സെർവർ. വെൻ യു ആക്സസ് എ വെബ് പേജ്, യുവർ കമ്പ്യൂട്ടർ ഈസ് ആക്ടിങ് ആസ് എ ക്ലയന്റ്. നിങ്ങൾ ഒരു വെബ് പേജ് ആക്സസ് ചെയ്യുമ്പോൾ അത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ആകാം, ലാപ്ടോപ്പ് ആകാം, ഡെസ്ക്ടോപ്പ് ആകാം, എനി കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ദാറ്റ് യു ആർ യൂസിങ്. അതൊരു പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് ആകാം. അതിലൂടെ നിങ്ങൾ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ സിസ്റ്റം, നിങ്ങളുടെ കയ്യിലുള്ള മെഷീനാണ് ക്ലയന്റ്. നമ്മൾ എവിടെ നിന്നാണോ ഡേറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ സെർവർ. എ ക്ലയന്റ് റൺസ് ഫെമിലിയർ സോഫ്റ്റ്വെയർ സച്ച് ആസ് ബ്രൗസേഴ്സ് ഓർ ഇമെയിൽ സോഫ്റ്റ്വെയർ ആൻഡ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദി സെർവർ ടു ഗെറ്റ് ഇൻഫർമേഷൻ ഇറ്റ് റിക്വയർസ്. അപ്പം ബ്രൗസർ ആണ് ക്ലയന്റ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് അതുപോലുള്ള ഇമെയിൽ ക്ലയന്റ് ആക്സസ് ചെയ്യാൻ പറ്റും. വെബ് ബ്രൗസർ അല്ലെങ്കിൽ മെയിൽ ക്ലയന്റ് വഴിയാണ് നമ്മൾ സെർവേഴ്സിനെ ആയിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? In order for your browser to display a web page, it requests a data from the server where the page is stored. നമുക്കൊരു പർട്ടിക്കുലർ വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു റിക്വസ്റ്റ് പോവാണ് എവിടെ നിന്ന്? ക്ലയന്റിൽ നിന്നും സെർവറിലേക്ക്. ആ റിക്വസ്റ്റിന് സെർവർ റെസ്പോണ്ട് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ നമ്മുടെ ക്ലയന്റിലേക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് പരീക്ഷയാണ്, ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ പേജിലേക്ക് എത്തുന്നത് നമ്മൾ TKerala.org നമ്മൾ ആ ബ്രൗസറിൽ ആ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മളുടെ റിക്വസ്റ്റ്, നമ്മൾ അതിന്റെ ഹോം പേജ് ലോഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ആണ് സെർവറിലേക്ക് പോകുന്നത്. സെർവറിൽ നിന്നും ഹോം പേജ് ഇങ്ങോട്ട് നമ്മുടെ ക്ലയന്റിലേക്ക് അയക്കും. അതിനുശേഷം നമുക്ക് ആ ലോഗിൻ ചെയ്യണം. നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്തിട്ട് ഹാൾ ടിക്കറ്റ് തരാൻ ഇൻസേർട്ട് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് പോവാണ് ആ ഹാൾ ടിക്കറ്റ് ഇങ്ങോട്ട് അയക്കാൻ. അപ്പൊ അത് ആ നമ്മുടെ സെർവറിലുള്ള ഹാൾ ടിക്കറ്റ് ആ ക്ലയന്റിലേക്ക് സെൻഡ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ 2 ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇത് ഒരു ചെറിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ആണ്. നമ്മളൊരു ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ ലാബിലൊക്കെ സെറ്റപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് കമ്പ്യൂട്ടറുകളും ഒരു സെർവറും. ഇവിടെ കമ്പ്യൂട്ടറുകൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അത് ഫയൽസ് ആകാം, ഡേറ്റാബേസ് ആകാം, പ്രിന്റർ പോലുള്ള ഹാർഡ്വെയർ ഡിവൈസസ് ആകാം. ഇപ്പൊ നമുക്ക് ഒരു പ്രിന്ററേ ഉള്ളൂ, 10 പേരുള്ള ഒരു ഓഫീസാണ്, എല്ലാവർക്കും പ്രിന്റ് ചെയ്യാനുള്ള ജോലി ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിത് ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്താൽ ഏതൊരു യൂസർക്കും ഏതൊരു ക്ലയന്റിൽ നിന്നും അവർക്ക് പ്രിന്റിംഗ് ജോബ് കൊടുക്കാൻ പറ്റും.
അപ്പൊ കോമൺ ആയിട്ടുള്ള ഡേറ്റാബേസ് ഇരിക്കുന്നത് ഈ സെർവറിലായിരിക്കും. അവിടുന്ന് നമുക്ക് ഡേറ്റാബേസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ലോക്കൽ ഏരിയ ചെറിയ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഇന്റർനെറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ കണക്ട് ചെയ്യപ്പെടുന്നത് ത്രൂ ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഓഷ്യൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്, ഒരു വലിയ നെറ്റ്വർക്ക്. അപ്പൊ നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലയൻസ് എന്ന് പറയുന്നത് ലാപ്ടോപ്പ് ആകാം, ഡെസ്ക്ടോപ്പ് ആകാം, മൊബൈൽ ഫോൺ ആകാം. അപ്പൊ സെർവറിലേക്ക് നമ്മുടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇന്റർനെറ്റ് ത്രൂ ആണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവറിൽ അത് കിട്ടുന്നു, സെർവറിലേക്ക് അത് റൂട്ട് ചെയ്യുന്നു, IP അഡ്രസ് സൈറ്റിലേക്ക് എത്തുന്നത്. റിക്വസ്റ്റ് then sends to your browser where it is displayed. ഇമെയിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് സർവീസ് ആണ് ഇലക്ട്രോണിക് മെയിൽ. നമുക്കറിയാം, നിങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് അതിന്റെ ഒരു ജസ്റ്റ് ഫോർമാറ്റ് നോക്കാം നമുക്ക്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസിലോ ഇടുക. 1-2 സംശയങ്ങൾ നമുക്കിപ്പോ ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടുക. ഈ ഒരു 1 hour ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ അധികം സമയമില്ല. അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ പിന്നീട് ഇട്ടാലും മതി. എക്സ്ട്രാനെറ്റ് എന്നാണ് ഞാനത് ഓൾറെഡി പറഞ്ഞു. എക്സ്ട്രാനെറ്റ് എന്താണ്? ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷന് വേണ്ടി അവർ ഇന്ത്യൻ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് ഷെയർ ചെയ്യാൻ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ്. എക്സ്ട്രാനെറ്റ് അതിൽ തന്നെ ആ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിനകത്ത് തന്നെ ആ ഓർഗനൈസേഷന് വെളിയിൽ നിന്നുള്ള കമ്പനികൾക്കോ ആളുകൾക്കോ ആക്സസ് കൊടുക്കുമ്പോൾ അത് ഇൻട്രാനെറ്റിൽ വെളിയിൽ നിന്നുള്ള ആൾക്കാർക്ക് ആക്സസ് കൊടുക്കുമ്പോഴാണ് അത് എക്സ്ട്രാനെറ്റ് ആയിട്ട് മാറും. അപ്പൊ അത് റൺ ചെയ്യുന്നത് ഇന്റർനെറ്റിൽ തന്നെയാണ്. ഇപ്പൊ എനിക്ക് KCBയുടെ ഇന്റർനെറ്റിലേക്ക് കയറണമെങ്കിൽ എനിക്ക് ഇന്റർനെറ്റ് എന്റെ വീട്ടിലിരുന്ന് എന്റെ ബ്രൗസറിൽ കൂടെ എനിക്ക് അവർ ആക്സസ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കയറാൻ പറ്റും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ എന്തെങ്കിലും സംശയം? സാറേ, ഒരു ഡൗട്ട്. സൂരജ് രവീന്ദ്രൻ, ഇന്റർനെറ്റും വേൾഡ് വൈഡ് വെബും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നുകൂടി പറയാമോ? ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. വേൾഡ് വൈഡ് വെബ് നമ്മുടെ ആ വെബ്സൈറ്റുകളെല്ലാം കൂടെ ചേർന്ന ആ ഒരു സംവിധാനത്തിനാണ്. വെബ്സൈറ്റ് നമ്മളിപ്പോ ബ്രൗസർ വെച്ച് വെബ്സൈറ്റിലേക്കാണ് കയറുന്നത്. അപ്പൊ ആ വെബ്സൈറ്റുകളുടെ ഒരു കളക്ഷൻ ആണ് ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. അതൊരു ഇതിനകത്തുള്ള ഒരു സബ്സെറ്റ് ആണ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞത് ഒരു സൂപ്പർ സെറ്റ് ആണ്. ഇന്റർനെറ്റിനകത്ത് മെനി അതർ സർവീസസ് ആർ ഓൾസോ ദയർ. ഇപ്പൊ ഇന്റർനെറ്റിന്റെ മറ്റു സർവീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇലക്ട്രോണിക് മെയിൽ മറ്റൊരു സർവീസാണ്, ടെൽനെറ്റ് മറ്റൊരു സർവീസാണ്, GPS മറ്റൊരു സർവീസാണ് ഇന്റർനെറ്റിന്റെ. അപ്പൊ വേൾഡ് വൈഡ് എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റുകളിൽ ചേർന്നുള്ള ഒരു വലിയ നെറ്റ്വർക്കിനാണ്. അതിനകത്ത് വെബ്സൈറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മളവിടെ HTTP ഉപയോഗിച്ച് ബ്രൗസർ ക്ലയന്റിൽ ബ്രൗസർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വെബ്സൈറ്റിലെ കണ്ടന്റ് ആക്സസ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു സബ്സെറ്റിനാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ഒരു സൂപ്പർ സെറ്റ് ആണ്. അത് ഈ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആണ് ഇന്റർനെറ്റ്. അപ്പൊ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. ബാക്കിയുള്ള സംശയങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ച്. ഇനിയുണ്ടോ സാറേ? പ്രിൻസ് സാറ് ഇനിയുണ്ടോ? എക്സ്പ്ലെയിൻ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ഏതൊരു നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആണ്. ഇപ്പൊ തന്നെ ഈ ലാൻ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഞാനൊരു പഴയ സ്ലൈഡിലേക്ക് മാറിയിട്ടുണ്ട്, അത് കാണാമെന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് ലാൻഡിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ ലാൻഡിന്റെ പിക്ചറിൽ ഒരു നെറ്റ്വർക്കാണ്. അതിനകത്ത് ക്ലയൻസ് ഉണ്ട്, സെർവർ ഉണ്ട്. ഇപ്പൊ ഞാനൊരു ചെറിയ കോപ്പറേറ്റീവ് ബാങ്കിൽ ഇത് ഉപയോഗിക്കാമെന്ന് വിചാരിക്കാം. അവിടെ 10 അല്ലെങ്കിൽ 4 ക്ലർക്കുമാരുണ്ട്. അവർ 4 പേരും കസ്റ്റമേഴ്സിനെ സർവീസ് കൊടുക്കുന്നവരാണ്. അവിടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ടാവും, ലോൺ എടുക്കുന്നവരുണ്ടാവും, പൈസ എടുക്കാൻ വരുന്നവരുണ്ടാവും. അപ്പൊ ഇതെല്ലാം അതിന്റെ ഡേറ്റാബേസ് ഇരിക്കുന്നത് സെർവറിലാണ്. കാരണം ഈ മെഷീന് എല്ലാം ഇൻഡിപെൻഡന്റ് മെഷീൻസ് ആണ്. ഇപ്പൊ ഇവിടെ ഒരു പർട്ടിക്കുലർ ആൾക്കാരുടെ ഡെപ്പോസിറ്റ് ആഡ് ചെയ്താൽ അത് ഇവര് അത് കഴിഞ്ഞിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് വേറൊരാളെ പൈസ ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ അത് ഇവിടെ അതാത് കമ്പ്യൂട്ടറുകളിൽ ക്ലയന്റിൽ അപ്ഡേറ്റ് ചെയ്താൽ പോരെ. അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ എല്ലാവർക്കും ആ ഇൻഫർമേഷൻ അവൈലബിൾ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു ക്ലയന്റ് സെർവർ
അല്ലെങ്കിൽ ആ ഒരു ആർക്കിടെക്ചർ അവിടെ ആവശ്യമായിട്ട് വരുന്നത്. കോമൺ ഡേറ്റാബേസിലാണ് ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് സെർവറിൽ കൊണ്ടിട്ട് എല്ലാവർക്കും ആയിട്ടുള്ള രീതിയിൽ ഇട്ട് മാത്രമേ അവിടെ റൺ ചെയ്യത്തുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പൊ ഇന്റർനെറ്റിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിലേക്ക് വരികയാണെങ്കിൽ സെർവറിലാണ് ഇൻഫർമേഷൻ, അവിടുന്ന് നമ്മൾ ക്ലയന്റ് വഴി അതിനെ ആക്സസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് അതിനൊരു ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. ക്ലയന്റ് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യും. നമ്മുടെ അടുത്തതിന്റെ സ്ക്രീൻ ഉണ്ട്, അതിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് HTTP പറയുമ്പോൾ റിക്വസ്റ്റ് ഒരു ഡയഗ്രം അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പറയാം. അപ്പൊ നമുക്ക് സമയം കുറവാണ്, നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പൊ ഇലക്ട്രോണിക് മെയിലിന്റെ ഇതിലേക്ക് വന്നു. ഇലക്ട്രോണിക് മെയിൽ ഒരു 25 years ago ഇറ്റ് വാസ് എ പെയ്ഡ് സർവീസ്. നൗ ഇപ്പൊ ഫ്രീ ആണ്. ഇത് ഫ്രീ ആയതിന് എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ ബേസ്ഡ് പ്രോഗ്രാമർ ആണ്. അദ്ദേഹം സ്റ്റുഡന്റ് ആയിരുന്ന കാലത്ത് എക്സ്പ്ലോറേറ്ററി പ്രോഗ്രാമിംഗ് വെച്ച് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു മെയിൽ സെർവർ ആണ്. അതാണ് പിന്നീട് ഹോട്ട്മെയിൽ വാങ്ങിക്കുകയും ഹോട്ട്മെയിൽ അത് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത്. നേരത്തെ ഒരു 25 years ago ഇറ്റ് വാസ് കോസ്റ്റ്ലി. ഒരു ഇമെയിൽ ഐ ഡിക്ക് മന്ത്ലി ഏണ്ട് 5,000 rupees നമ്മൾ പേ ചെയ്യണമായിരുന്നു. നമ്മളിപ്പോൾ ഇന്റർനെറ്റിനൊക്കെ പൈസ കൊടുക്കുന്നത് പോലെ. അപ്പൊ അത്രയ്ക്ക് കോസ്റ്റ്ലി സാധനമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഫോമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ജനറൽ ഫോമാറ്റ് ആണ്. ഫ്രം ആദ്യം ഒരു ഹെഡർ ഉണ്ട്, ബോഡി ഉണ്ട്. ഹെഡറിൽ ഫ്രം അഡ്രസ്, ടു അഡ്രസ്, സബ്ജക്ട് ഇങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ടു അഡ്രസ് കൂടാതെ നമുക്ക് കോപ്പി, CC, BCC ഇങ്ങനെയുള്ള കോപ്പി വെക്കാനുള്ള, കാർബൺ കോപ്പി ഒക്കെ വെക്കാനുള്ള അഡ്രസ് സ്പേസസും ഉണ്ട്. ഈ ട്യൂബില് മൾട്ടിപ്പിൾ അഡ്രസ്സസ് കൊടുക്കാം. ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അഡ്രസ് കൊടുത്താൽ അവർക്കെല്ലാം ഈ സെയിം മെയിൽ പോകും. ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ ബോഡി പാർട്ടിൽ ആദ്യം നമ്മുടെ മെസ്സേജ് ഉണ്ടായിരിക്കും, കണ്ടന്റ്. നമ്മളിവിടെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം, അതിനെ ഫോമാറ്റ് ചെയ്യുകയും ചെയ്യാം. കളറൊക്കെ കൊടുത്ത് ഫോമാറ്റ് ചെയ്യണമെങ്കിൽ, ബോൾഡ് ഒക്കെ ആക്കണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് അയക്കാം. പിന്നെയുള്ള ബോഡിയുടെ പാർട്ടാണ് അറ്റാച്ച്മെന്റ്. നമുക്ക് ഫയൽസ് അറ്റാച്ച് ചെയ്യാം, ഏത് ഫോമാറ്റിലുള്ള ഫയൽസും, ഓഡിയോ, വീഡിയോ, PDF, PPT അങ്ങനെയുള്ള എന്ത് ഫോമാറ്റിലുള്ള ഫയൽസും അറ്റാച്ച് ചെയ്യാം. ഇതാണ് ഒരു ജനറൽ ഫോമാറ്റ്. ഞാൻ കുറച്ച് സ്പീഡാക്കുകയാണ്. ഇപ്പൊ ഇതൊരു നമ്മളൊരു വെബ് ക്ലയന്റ് ഉപയോഗിച്ച് ജിമെയിൽ ആക്സസ് ചെയ്യുന്ന, ജിമെയിൽ സെൻഡ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ടു അഡ്രസ്സിൽ നമുക്ക് ആർക്കാണോ ഇത് അയക്കേണ്ടത്, അയാളുടെ പേര് റെസിപ്പിയന്റ് നമ്മൾ പറയുന്നത്, ആ റെസിപ്പിയന്റിന്റെ അഡ്രസ് ഇവിടെ കൊടുക്കാം. ഒന്നിൽ കൂടുതൽ കോമായിട്ട് കൊടുത്താൽ ഇവിടെ എടുക്കും, അവർക്കെല്ലാം ഈ സെയിം മെയിൽ പോകും. ഇത് സബ്ജക്ട് ലൈൻ ആണ്. ഇവിടെ നമുക്ക് സബ്ജക്ട് ടൈപ്പ് ചെയ്യാം. ഇത് ബോഡിയാണ്. ആ ബോഡിയിൽ നമുക്ക് എന്താണ് നമ്മുടെ മാറ്റർ അത് ടൈപ്പ് ചെയ്യാം. താഴെ നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ക്ലിക്ക്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഫയൽസ്. ഇപ്പൊ ഞാൻ ഒരു ഫയൽ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു PPT ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ഇവിടെ CC ഉണ്ട്, BCC ഉണ്ട്. നമുക്ക് ആർക്കെങ്കിലും ഇത് കോപ്പി വെക്കണമെങ്കിൽ അവർക്ക് കോപ്പി വെക്കാം. ഈ CC വെക്കുകയാണെങ്കിൽ അത് റെസിപ്പിയന്റിന് കാണാൻ പറ്റും, ഇന്ന ആൾക്ക് കോപ്പി പോയിട്ടുണ്ട്. BCC വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള റെസിപ്പിയൻസിനൊന്നും ഇത് കാണാൻ പറ്റത്തില്ല. ഇത് ആർക്കാണ്, വേറെ ആർക്കെങ്കിലും പോയിട്ടുണ്ടോ എന്ന് കാണാൻ പറ്റത്തില്ല. അതാണ് നമ്മളുടെ വ്യത്യാസം. അപ്പൊ ഇത് നമ്മളിത് ടൈപ്പ് ചെയ്ത് എല്ലാം റെഡി ആയതിനു ശേഷം സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് ആ റെസിപ്പിയൻസിന് പോകും. അടുത്ത ഇതിലേക്ക് പോകാം. കുറച്ച് സ്പീഡ് ആക്കുകയാണ്. HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് HTTP അറിയപ്പെടുന്നത്. ഈ HTTPയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വേൾഡ് വൈഡ് വെബിൽ നമ്മൾ ക്ലയന്റിന് റിക്വസ്റ്റ് ചെയ്യുന്നതും, ക്ലയന്റിൽ നിന്ന് റിക്വസ്റ്റ് സെർവറിന് പോകുന്നതും, സെർവറിൽ നിന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നതും. ഇത് ഈ ഇമേജ് അത് കാണിക്കുന്നുണ്ട്. ക്ലയന്റിൽ നിന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് വരുന്നു, സെർവറിൽ തിരിച്ച് റെസ്പോൺസ് പോകുന്നു. ഇത് HTTP HTML page is transmitted over the web in a standard way and format known as hypertext transfer protocol. ഹൈപ്പർടെക്സ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഓടി നടന്ന് വായിക്കുന്ന ടെക്നോളജി അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള hypertext transfer. Computers on World Wide Web use hypertext transfer protocol to with each other. പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ക്ലയന്റ് ഒരു മെഷീനാണ്, സെർവർ ഒരു മെഷീനാണ്. രണ്ട് മെഷീനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇയാൾ പറയുന്നത് ഇയാൾക്ക് മനസ്സിലാകണം, ഇയാൾ പറയുന്നത് ഇയാൾക്ക് മനസ്സിലാകണം. നമ്മളിത് ഡിജിറ്റൽ സിഗ്നൽസ് ഉപയോഗിച്ചാണ് ഇവിടെ ആകുന്നത്. അപ്പൊ ഈ ഡിജിറ്റൽ സിഗ്നൽ ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് പോവുക, അതൊരു ഡിജിറ്റൽ സിഗ്നലാണ്. ആ സിഗ്നൽ സെർവറിന് മനസ്സിലാക്കി ക്ലയന്റ്, അത് ഏത് ക്ലയന്റ് ആരാണ്, എന്താണ് ആവശ്യപ്പെടുന്നത് മനസ്സിലാക്കും. അതിന് കൊടുത്ത സാധനം ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഇതിനു വേണ്ടി ഒരു കോമൺ പ്ലാറ്റ്ഫോം വേണം. ഇവൻ പറയുന്നത് ഇവനും മനസ്സിലാകണം, ഈ മെഷീൻ പറയുന്നത് ഈ മെഷീനും മനസ്സിലാകണം. അതിന് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ അറിയുന്നതുകൊണ്ടാണ്.
മലയാളം എന്ന ലാംഗ്വേജ് ആണ് ഇവിടെ നമ്മുടെ പ്രോട്ടോകോൾ. അപ്പൊ മലയാളത്തിലെ വൊക്കാബുലറിയും അതിന്റെ ഗ്രാമറും നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അതാണ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പോലെ ഈ ക്ലയന്റ് തിരിച്ചു നൽകുന്ന റെസ്പോൺസ് ഈ ക്ലയന്റിന് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമൺ ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ഇവിടെ രണ്ടുപേരും HTTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉപയോഗിച്ചാണ്. അടുത്തത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ദർ ആർ വേരിയസ് സർവീസ് പ്രൊവൈഡേഴ്സ് അറൌണ്ട്. നമുക്കറിയാം BSNL ഉണ്ട്, റിലയൻസിന്റെ ജിയോ സർവീസ് ഉണ്ട്, കേരളത്തിൽ ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റ് എയർടെൽ പോലുള്ള ഐഡിയ പോലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ഇന്റർനെറ്റ് കണക്ഷൻ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറെ സമീപിച്ചാൽ അവർ നമുക്കൊരു ഇത് തരും. അവരുടെ ഡേറ്റ പല രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യാം. ഡയലപ്പ് കണക്ഷൻസ് ഉണ്ട്, ബ്രോഡ്ബാൻഡ് ഉണ്ട്, വയർലെസ് ഉണ്ട്, ഒപ്റ്റിക് ഫൈബർ ഉപയോഗിച്ചുള്ള ഹൈ സ്പീഡ് കണക്ഷൻസ് ഉണ്ട്. ഇതിന്റെയൊക്കെ ബാൻഡ് വിഡ്ത്തും ഡേറ്റ അവൈലബിലിറ്റിയും പെർ ഡേ ഡേറ്റ കപ്പാസിറ്റിയും ഒക്കെ വേരി ചെയ്യും. അപ്പം അതിനനുസരിച്ച് കോസ്റ്റും വേരി ചെയ്യും. അതിന്റെ വേണ്ട റിക്വയർഡ് ഇൻഫ്രാസ്ട്രക്ചറും ഇപ്പോൾ ഒപ്റ്റിക് ഫൈബർ കണക്ഷൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട് വരെ അതിനുള്ള ലൈൻ ഇടണം, അവിടെ ഒരു ടെർമിനേറ്റിംഗ് ഡിവൈസ് ഉണ്ടാകും. അങ്ങനെയുള്ള അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് റെഡിയാക്കണം. ഇപ്പോൾ വൈമാക്സോ വൈഫൈയോ ഉപയോഗിച്ചുള്ളതാണെങ്കിൽ അതിനുള്ള വൈഫൈ റിസീവറോ അല്ലെങ്കിൽ വൈമാക്സ് അതിന്റെ റിസീവറും നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അതിന്റെ ഹാർഡ്വെയർ റിക്വയർമെന്റ്സ്. അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റും മറ്റ് ഫീച്ചേഴ്സും ഒക്കെ വേരി ചെയ്യും. ഈ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ഇന്റർനെറ്റ് കണക്ഷൻസ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി ആ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ് സെർവർ ഹയർ ചെയ്യണം. ആ വെബ് സെർവർ ഹയർ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറെ നമ്മൾ സമീപിക്കണം. അവരാണത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വേരിയസ് സർവീസസ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്ക് തരുന്നുണ്ട്. URL നമ്മൾ ഈ വെബ്സൈറ്റിൽ നമ്മൾ ബ്രൗസറിൽ കൊടുക്കുന്നത് ഈ URL ആണ്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. എന്താണെന്ന് നോക്കാം. URL ഈസ് എ യൂണിഫോം വേ ടു ലൊക്കേറ്റ് എ റിസോഴ്സ് ഓൺ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലുള്ള ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വെബ് പേജ് ആകാം, ഒരു ഇമേജ് ആകാം, ഏത് ഫയലും ആകാം, ഒരു PPT ആകാം, PDF ആകാം, എന്തും ആകാം, ഒരു ഇൻഫർമേഷൻ ആകാം. നിങ്ങളുടെ ഇപ്പോൾ റിസൾട്ട് ഒരു ഇൻഫർമേഷൻ ഒരു റിസോഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള എന്തും ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു യൂണിഫോം വേ ടു ലൊക്കേറ്റ്, അതിനെ യുണീക്ലി അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തഡോളജി വേണം. അതാണ് ഇവിടെ URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. A URL specifies the address of a file and every file on internet has a unique address. ഇന്റർനെറ്റിലുള്ള എന്ത് ടൈപ്പ് ഫയലും ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, വീഡിയോ, ഓഡിയോ, ടെക്സ്റ്റ്, HTML പേജസ്, PHP പേജസ്, ASP പേജസ്, ഇതിന് ഒരു യുണീക്ക് ID ഉണ്ടായിരിക്കും. അതാണ് അതിന്റെ URL. To get a web page, you can type the URL in a browser. ഈ ബ്രൗസറിന്റെ ഇത് ടൈപ്പ് ചെയ്യുന്ന ഒരു പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പിക്ചർ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഇവിടെയാണ് ഈ ബ്രൗസറിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണർ ആണിത്. അതിൽ ആ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ URL എഴുതും. ഫസ്റ്റ് പാർട്ട് പ്രോട്ടോകോൾ. ഇവിടെ HTTPS എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പഠിച്ചത് HTTP ആണ്. S stands for secured. This particular HTTP protocol is secured. HTTPS എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ആണെന്നാണ് അതിനർത്ഥം. നമ്മളിപ്പോ ഈ ബാങ്കിങ് ഒക്കെ ചെയ്യുമ്പോൾ അത് സെക്യൂർഡ് സൈറ്റിലാണ്. അപ്പൊ ഈ S ഉണ്ടെങ്കിൽ വിചാരിച്ചോണം ഈ സൈറ്റ് സെക്യൂർഡ് ആണ്. അപ്പൊ ഈ ഗൂഗിളിന്റെ ഈ സൈറ്റ്, ഈ മെയിലിന്റെ സൈറ്റ് സെക്യൂർഡ് ആണ്. അതാണ് ഈ S ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പാർട്ട് പ്രോട്ടോകോൾ ആണ്. രണ്ടാമത്തെ പാർട്ട് സബ് ഡൊമൈൻ. ഇവിടെ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ഗൂഗിൾ ആണ്. ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഡൊമൈൻ ഒക്കെ നമ്മൾ തീരുമാനിക്കണം, എന്ത് ഡൊമൈൻ നെയിം കൊടുക്കണം. അത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. register.com പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഇത് മെയിൽ എന്ന് പറയുന്നത് സബ് ഡൊമൈൻ ആണ്. ഇപ്പൊ ഗൂഗിൾ തന്നെ അവരൊരു സബ് ഡൊമൈൻ കൊടുത്തിരിക്കുകയാണ്, mail.google.com. കോം എന്നുള്ളത് ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയും. ഇത് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളൊരു ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് EDU, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ടോപ്പ് ലെവൽ ഡൊമൈൻ EDU ആണ്. നിങ്ങൾ വേറൊരു ഓർഗനൈസേഷൻ ആണ്, നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന. അപ്പൊ നമുക്ക് .org സെലക്ട് ചെയ്യാം, ORG ഫോർ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ IN ഫോർ ഇന്ത്യ. അങ്ങനെ ധാരാളം ടോപ്പ് ലെവൽ ഡൊമൈൻസ് അവൈലബിൾ ആണ്. സൂട്ടബിൾ ആയിട്ടുള്ളത് നെറ്റ് ഉണ്ട്. നമ്മുടെ സിറ്ററിന്റെ വെബ്സൈറ്റിന്റെ എന്താണ് sitter.ac.in എന്നാണ് അതിന്റെ. ആണ് അവിടെ ടോപ്പ് ലെവൽ ഡൊമൈൻ. നമ്മുടെ tkerala.org ആണ് അതിന്റെ ടോപ്പ് ലെവൽ ഡൊമൈൻ, ORG ആണ്. ഈ ലാസ്റ്റ് വന്നിരിക്കുന്നത് പാത്താണ്. ജിമെയിൽ എന്നുള്ളത് പാത്താണ്. അത് ആ പർട്ടിക്കുലർ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഫോൾഡർ ആണ് ഇവിടെ
അതിന്റെ പാത്ത്, ആ ഫോൾഡറിന്റെ പാത്ത് കാണിക്കാനാണ് ഈ ജിമെയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള ഒരു ഇൻഡെക്സ് ഫയലായിരിക്കും index.php ASP അങ്ങനെ ഒരു ഫയലായിരിക്കും നമ്മളിവിടെ ലോഡ് ചെയ്യപ്പെടുന്നത് ഈ URL കൊടുക്കുമ്പോൾ. അപ്പൊ അതിൽ ഇമേജ് ആണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടെങ്കിൽ, ഇമേജ് എന്ന് പറയുന്നത് ഇമേജസ് എല്ലാം ഒരു ഇമേജ് ഫോൾഡറിലാണ് ഇട്ടിരിക്കുന്നെങ്കിൽ ഇവിടെ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡർ നെയിം വരും, സ്ലാഷ് ഏത് ഒരു JPG ഫയലാണെങ്കിൽ അതിന്റെ പേര് വരും. അതാണ് ഈ പാത്തിൽ വരുന്നത്. അപ്പം ഇന്റർനെറ്റിലുള്ള ഏത് ഫയലും നമുക്ക് യുണീക്കലി ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഡ്രസ് ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL also known as the web address tells the browser exactly where to find the page. നമ്മൾ ആവശ്യപ്പെടുന്ന റിക്വസ്റ്റ് ചെയ്യുന്ന പേജ് എക്സാക്ട്ലി എവിടെ നോക്കണമെന്ന് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കുന്നതാണ് URL. MIME മൾട്ടി പർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻസ്. ഇത് ഇമെയിൽ പ്രോട്ടോകോൾ ആണ്. Previously we used to use SMTP, Simple Mail Transfer Protocol. Now MIME is advanced protocol. MIME advantage എന്താണെന്ന് വെച്ചാൽ in addition to ASCII characters, we can use many Unicode can be used. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നേരത്തെ നമ്മൾ മെയിലിൽ ഉപയോഗിച്ചിരുന്നത് ASCII characters മാത്രമാണ്. ASCII എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഇവിടെ ക്യാരക്ടർ റെപ്രസെന്റേഷൻ ഒറ്റ സിംഗിൾ ബൈറ്റ് ഉപയോഗിച്ചാണ്. സിംഗിൾ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അത് ആ സിംഗിൾ ബൈറ്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 256 ആണ്. 0 to 255 വരെ നമുക്ക് അതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ യൂണിക്കോഡ് ആക്കിയപ്പോൾ നമുക്ക് മലയാളം, ഹിന്ദി, ചൈനീസ്, ജാപ്പനീസ് ഏത് ലാംഗ്വേജും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ MIME ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ഉപയോഗിച്ചിരുന്ന SMTP അത് സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. അതാണ് ഇവിടെ വ്യത്യാസം. നോൺ ടെക്സ്റ്റ് അറ്റാച്ച്മെന്റ്സ്, ഓഡിയോ, വീഡിയോ, ഇമേജസ് ഇതൊക്കെ നമുക്ക് MIME വഴി ഈ മെയിലിൽ ചേർക്കാൻ പറ്റും. മെസ്സേജ് ബോഡീസ് വിത്ത് മൾട്ടിപ്പിൾ പാർട്സ്, ബോഡീസിന് ഒന്നിൽ കൂടുതൽ പാർട്ട് ഉണ്ടാക്കാൻ പറ്റും MIME-ൽ. ഹെഡർ ഇൻഫർമേഷൻ ഓൾസോ നോൺ ASCII സെറ്റ്സ്. ASCII എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് DNS ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ വെബ് ബ്രൗസറിൽ നമ്മൾ കൊടുക്കുന്നത് ഡൊമൈൻ നെയിം ആണ്. ഇപ്പൊ google.com, www.google.com അതൊരു ഡൊമൈൻ നെയിം ആണ്. അത് നമ്മൾ ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ വെബ്സൈറ്റ് ലോഡ് ചെയ്യും, സെർച്ച് എഞ്ചിൻ ലോഡ് ചെയ്യും. സെർച്ച് എഞ്ചിനിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു നെയിം കൊണ്ട് മാത്രം ഈ യൂണിഫോമിലി അല്ല യുണീക്കലി ഈ ഗൂഗിളിന്റെ സൈറ്റ് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമ്മൾ യുണീക്കലി ഇന്റർനെറ്റിൽ അഡ്രസ് ചെയ്യുന്നത് ഒരു IP അഡ്രസ് ഉപയോഗിച്ചാണ്. ഇതാണ് IP അഡ്രസ്സിന്റെ ഫോമാറ്റ്. 4 പാർട്ടുണ്ട് ഇതിന്. ഓരോന്നിനും ഒക്ടക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബൈറ്റ് ആണിത്. അങ്ങനെ 4 പാർട്ടുണ്ട്. ഓരോന്നിന്റെയും വാല്യൂ 0 to 255 വേരി ചെയ്യാം. അപ്പൊ അത്രയും കോമ്പിനേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി കണക്റ്റഡ് ഇൻ ടു ദി ഇന്റർനെറ്റ്. ഇത്രയും ഇത് IPv4 ആണ്, IPv4 ആണ്. ഇപ്പൊ IPv6 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ച് കണക്ട് ചെയ്യാവുന്ന കമ്പ്യൂട്ടറുകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിലാണ് നമ്മൾ ഇത്രയും നാളും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വരും അത്. അപ്പൊ ഈ IP അഡ്രസ് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ വെബ് സെർവറിനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തെടുക്കുന്നത്. കാരണം ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളാണ് ഉള്ളത്. നമ്മൾ google.com കൊടുക്കുമ്പോൾ ഇതിൽ നിന്നും google.com-നെ ഐഡന്റിഫൈ ചെയ്ത് അവിടെ എത്തിപ്പെടണമെങ്കിൽ ഒരു അഡ്രസ് വേണം. ആ അഡ്രസ്സാണ് ഇത്. അപ്പൊ നമ്മുടെ ഒരു ഓർത്തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള ഡൊമൈൻ നെയിംസ് ഉപയോഗിക്കുന്നത്. ഈ അഡ്രസ്സുകൾ ഓർത്തിരിക്കാൻ പാടാണ്. ഇപ്പൊ നമുക്ക് TK.org വരെ ഇതുപോലൊരു അഡ്രസ് ഓർത്തിരിക്കണമെങ്കിൽ പാടാണ്. അപ്പൊ ഇതാണെങ്കിൽ നമുക്കറിയാം ഓർഗനൈസേഷന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരായതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഡ്രസ്സ് നമുക്ക് നേരെ കൊടുക്കാതെ ഡൊമൈൻ നെയിം നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ഡൊമൈൻ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് IP അഡ്രസ് ആയിട്ട് മാറ്റുന്നത് ഈ ഡൊമൈൻ നെയിം സെർവർ ആണ്. അപ്പൊ ഡൊമൈൻ നെയിം സെർവറിലുള്ളത് ഒരു ലിസ്റ്റ് ഓഫ് ഡൊമൈൻ നെയിംസ് കാണും, അതിന് കറസ്പോണ്ടിങ് IP അഡ്രസ് കാണും. അതാണ് ഡൊമൈൻ നെയിം സെർവറിന്റെ ഫംഗ്ഷൻ. എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് എടുത്തു കൊടുക്കുന്നത് ഡൊമൈൻ നെയിമാണ്. അടുത്ത പേജിലേക്ക് പോവാം. Every time you use a domain name, you use the internet's domain names, translate the human readable domain name into machine readable. അതാണ് അതിന്റെ ഫംഗ്ഷൻ. ഹ്യൂമൻ റീഡബിൾ ഡൊമൈൻ നെയിമിനെ മെഷീൻ റീഡബിൾ IP അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഡൊമൈൻ നെയിം സെർവറാണ്. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഡൊമൈൻ നെയിമിന്റെയും കറസ്പോണ്ടിങ് IP അഡ്രസ് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡൊമൈൻ നെയിം സെർവറിൽ ഉണ്ടായിരിക്കും. IP അഡ്രസ് ഞാൻ പറഞ്ഞു, IP അഡ്രസ് ഉപയോഗിച്ചാണ് യുണീക്കലി നമ്മൾ
സെർവേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു പറഞ്ഞു. സെർവേഴ്സിനെ മാത്രമല്ല, ഇൻക്ലൂഡിങ് ക്ലയന്റ് മെഷീൻസ് IP അഡ്രസ് ഉണ്ട്. ക്ലയന്റ് IP അഡ്രസ് ഡൈനാമിക് ആണ്. ഇപ്പൊ എന്റെ ഈ ലാപ്ടോപ്പിന് ഒരു IP അഡ്രസ് ഉണ്ട്. പക്ഷെ നെക്സ്റ്റ് ടൈം ഞാൻ ഈ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് വീണ്ടും അടുത്ത പ്രാവശ്യം വീണ്ടും കണക്ഷൻ എടുക്കുമ്പോൾ ഇതേ IP അഡ്രസ് ആയിരിക്കണമെന്നില്ല. അത് ഡൈനാമിക്കലി കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. ആസ് എ വെബ് സെർവറിന് സ്റ്റാറ്റിക് IP കാണും എപ്പോഴും. ഇപ്പൊ google.comന്റെ IP സ്റ്റാറ്റിക് ആയിരിക്കും, അതെപ്പോഴും പെർമനന്റ് ആയിട്ട് അവിടെ നിൽക്കും, മാറത്തില്ല. അപ്പൊ ഇവിടെ IPv4 നിന്ന് നമ്മൾ 6ലേക്ക് ഇപ്പൊ ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കുകയാണ്, നമ്മുടെ സമയം തീരാറായി. IPv4 നിന്ന് 6ലേക്കുള്ള ട്രാൻസിഷൻ പീരീഡിലാണ് നമ്മൾ. IPv4 ഇത് ഞാൻ പറഞ്ഞു, ഇത് കണ്ടോ, ഇതാണ് അതിന്റെ ഘടന. 4 octets ആണ്, ഓരോന്നിനും 0 to 255 വാല്യൂ വരാം. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ, ഇതൊരു എത്ര ബിറ്റ് ഉണ്ട്, ഒരു 32 ബിറ്റ് അഡ്രസ് ആണ്. അതേസമയം IPv6 എന്ന് പറഞ്ഞാൽ അടുത്ത വേർഷൻ ഓഫ് IP അഡ്രസ് ആണ്. ഇത് 128 ബിറ്റ് അഡ്രസ് ആണ്. ഇവിടെ നമുക്ക് IPv4 ഉപയോഗിച്ച് 2⁻32 ഏകദേശം 4 ബില്യൺ അഡ്രസ്സസ് ആണ് നമുക്ക് എടുക്കാവുന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ ഇതിനകത്ത് കണക്ട് ചെയ്യാവുന്ന കമ്പ്യൂട്ടറുകളുടെ എണ്ണം ഈ 4 ബില്യൺ ആയിട്ട് ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് പുതിയ കമ്പ്യൂട്ടേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ വലിയ അഡ്രസ് ഉപയോഗിക്കണം. അതിനുവേണ്ടിയാണ് IPv6 128 ബിറ്റ് അഡ്രസ്സിലേക്ക് നമ്മൾ ട്രാൻസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് ഉപയോഗിച്ചാണ്, 0 to 255 ആണ് ഇതിന്റെ പോസിബിൾ വാല്യൂസ്. ഇവിടെ ഹെക്സാഡെസിമൽ വാല്യൂസ് ഉപയോഗിച്ചാണ് ഓരോ ഒക്ടക്റ്റും. ഇവിടെ 16 ഒക്ടക്ട്സ് ഉണ്ട്, 16 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ 4 ഉള്ളൂ. ടോട്ടൽ 128 ബിറ്റ് ആണ്. ഓരോന്നും 8 ബിറ്റ് ആണ്. ഇത് ഓരോന്നും 8 ബിറ്റ് ആണ്. അടുത്ത IPv4 അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തിലേക്ക് പോകാം. വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ക്ലയന്റിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ പോപ്പുലർലി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വെബ് സെർവർ. വെബ് സെർവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഹൈപ്പർ ടെക്സ്റ്റ് പ്രോട്ടോകോൾ ഉപയോഗിച്ചാണ് അത് ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വെബ് സെർവർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആണ്, സെർവറിൽ റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മളിപ്പോ നമ്മുടെ മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിൽ ആണെങ്കിലും ഡെസ്ക്ടോപ്പിലാണെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മേളിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ വെബ് ബ്രൗസർ വെബ് സെർവറിൽ സെർവർ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. അപ്പാച്ചി സെർവർ ഒരു എക്സാമ്പിൾ ആണ്. മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസസ് മറ്റൊരു എക്സാമ്പിൾ ആണ്. സൺ ജാവ സിസ്റ്റംസ് വെബ് സെർവർ, മൈക്രോസോഫ്റ്റ് പേഴ്സണൽ വെബ് സെർവർ, ഇതൊക്കെ വെബ് സെർവർ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിച്ച് വെബ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം. ആ വെബ് സെർവർ സോഫ്റ്റ്വെയറിന്റെ മുകളിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ റിസൈഡ് ചെയ്യുന്നത്. OSന്റെ മുകളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ, ഇപ്പൊ പവർ പോയിന്റ് വർക്ക് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ OSന്റെ മുകളിലാണ്. എന്ന് പറയുന്ന പോലെ ഈ വെബ് സെർവർ ഇതിന്റെ അണ്ടർലൈങ് സോഫ്റ്റ്വെയർ ആണ്. അതിന്റെ മുകളിലാണ് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലയന്റ് മെഷീൻ ഇന്റർനെറ്റ് വഴി സെർവറിലേക്ക് റിക്വസ്റ്റ് അയക്കുന്നു. സെർവർ അതിന്റെ പേജസ് ഏതാണോ റിക്വസ്റ്റ് ചെയ്ത കറസ്പോണ്ടിങ് പേജസ് ഇങ്ങോട്ട് സെർവ് ചെയ്യുന്നു. ഫോർമാറ്റ് ഓഫ് HTML പേജ്. HTML പേജിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. HTML എന്താണെന്ന് നോക്കാം. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഡിസ്പ്ലേ ഡേറ്റ. നമ്മുടെ വെബ് സെർവറിൽ ഒരു വെബ് പേജ് ലോഡ് ചെയ്യുമ്പോൾ ആ വെബ് പേജിനെ ലുക്ക് ആൻഡ് ഫീൽ തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് അത് ഡിസ്പ്ലേ ചെയ്യപ്പെടേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിലെ ടാഗുകൾ ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ആണ്. അപ്പോൾ HTML ഉപയോഗിക്കുന്നത് വെബ് പേജിൽ, വെബ് ബ്രൗസറിൽ ഒരു വെബ് പേജ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ HTML ടാഗ്സ് ആണ്. XML, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് ഡേറ്റ. നമുക്ക് ഒരു സൈറ്റിൽ നമ്മൾ എന്തെങ്കിലും ഡേറ്റ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഫോം ഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തു. ആ ഡേറ്റയെ XML ഫോമാറ്റിലാണ് സെർവറിലേക്ക് കൊണ്ടുപോകുന്നതും സെർവറിൽ നിന്ന് നമുക്ക് തിരിച്ചെടുക്കാനും XML ഉപയോഗിക്കാം. അപ്പൊ ഡേറ്റയുടെ ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറിങ്ങും ആണ് XML. XHTML എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസിബിൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. XML ബേസ്ഡ് വേർഷൻ ഓഫ് HTML ആണ് XHTML. XML യൂസ് ചെയ്താണ് നമ്മൾ ഈ പേജ് ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് XHTML ആണ്. അതിന്റെ ഒരു ഫോമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. HTML ടാഗ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നു. ഇതൊരു കണ്ടെയ്നർ ടാഗ് ആണ്. കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റാർട്ട് ടാഗും എൻഡ് ടാഗും ഉണ്ടായിരിക്കും. എൻഡ് ടാഗ് ഫോർവേഡ് സ്ലാഷ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഇവിടെ ഹെഡർ ഏരിയയിലാണ് നമ്മൾ മെറ്റാ ഡേറ്റ കൊടുക്കുന്നത്. പേജ് ടൈറ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഹെഡും
ടാഗും ടൈറ്റിൽ ടാഗും കണ്ടെയ്നർ ടാഗ്സ് ആണ്. അതുകൊണ്ടാണ് അത് എൻഡ് ചെയ്യേണ്ടി വരുന്നത്. ബോഡിയിൽ നമ്മുടെ എന്താണോ കണ്ടന്റ് അതെല്ലാം ബോഡിയിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഹെഡിങ് ടാഗും ഒരു പാരഗ്രാഫ് ടാഗും ആണ്. അപ്പോൾ ഇതുപോലെ ധാരാളം ടാഗുകളുണ്ട്. അത് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ ഈ ടാഗ്സും HTML എലിമെന്റ്സും ആട്രിബ്യൂട്ട്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ HTML എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ടാഗ് ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന ഒരു മാറ്റർ ആണ്. അപ്പൊ ആദ്യം ടാഗ് നെയിം ഇതുപോലെ ഈ സിമ്പിൾസിനകത്ത് ഈ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ക്യാരക്ടേഴ്സിനുള്ളിൽ ടാഗ് നെയിം വരും, കണ്ടന്റ് അതിനുശേഷം വരും. ആ ടാഗ് അവസാനം ഈ // ഉപയോഗിച്ച് എൻഡ് ചെയ്യും. അപ്പൊ ഈ രണ്ട് കണ്ടെയ്നറിനകത്താണ് നമ്മുടെ ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടന്റ് വരുന്നത്. ഇതിനാണ് ഒരു HTML എലിമെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾ HTML എലിമെന്റ്സ് ക്യാൻ ഹാവ് ആട്രിബ്യൂട്ട്സ്. അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് നമുക്ക് എടുക്കാം. ഇപ്പൊ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, SRC. ഇതൊരു ഇമേജ്, നമുക്ക് നമ്മുടെ വെബ് പേജിൽ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ IMG എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കണം. അതിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് SRC. SRC എന്ന് പറഞ്ഞാൽ സോഴ്സ്. ആ സോഴ്സ് ഏതാണെന്ന് പറയണം. ഒരു ഇമേജ് ചെയ്യണമെങ്കിൽ ആ ഇമേജ് സോഴ്സ് എവിടെയാണ്, അതിന്റെ പാത്തും അതിന്റെ പേരും പറയണം. അതുപോലെ തന്നെ ALT എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നമ്മുടെ കഴ്സർ കൊണ്ട് ആ ഇമേജിന്റെ മേളിൽ വെക്കുമ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യും, ഗേൾ ഇൻ എ ജാക്കറ്റ്. അതുപോലെ എത്ര വിഡ്ത്തിലാണ് അത് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതിന്റെ എത്ര പിക്സൽ, 500 പിക്സൽ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ആ സൈസ് അവിടെ സ്പെസിഫൈ ആണ്. ഹൈറ്റ് ഒക്കെ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ ഇമേജ് IMG ആണ് ടാഗ്, SRC, ALT, വിഡ്ത്ത്, ഹൈറ്റ് ഇതെല്ലാം ആട്രിബ്യൂട്ട്സ് ആണ്. എല്ലാം മിക്കവാറും ഇപ്പൊ പാരഗ്രാഫിനൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. പാരഗ്രാഫിന് ഇപ്പൊ അലൈൻ ചെയ്ത് ഈ ഒരു പാരഗ്രാഫ് നമ്മൾ എഴുതുകയാണ്, അത് ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ അലൈൻ ഈസ് ഈക്വൽ ടു ജസ്റ്റിഫൈ എന്ന് എഴുതിയാൽ പാരഗ്രാഫിൽ എഴുതുന്ന മാറ്റർ അലൈൻ ചെയ്ത് വരും. അത് നമ്മൾ കൂടുതലായിട്ട് വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. ഇതിപ്പോ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ് ഹെഡർ ടാഗ്സ് ഉപയോഗിച്ച്. ഇപ്പൊ ഇവിടെ H1, H2, H3 ഹെഡറിന്റെ പല ലെവൽസ് ഓഫ് ഹെഡർ ആണ്. H1 എന്ന് പറഞ്ഞാൽ നല്ല വലിയ ഹെഡിങ് ആണ്. ഇവിടെ നോക്കുക എക്സാമ്പിൾ. ഇപ്പൊ H1 ഉപയോഗിച്ച് ദിസ് ഈസ് എ ഹെഡിങ് 1, ദിസ് ഈസ് ഹെഡിങ് 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഓരോ ലെവലിലാണ്. അതെങ്ങനെ ആക്ച്വലി വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് ബോൾഡ് ആയിരിക്കും, ഇതിന്റെ ഫോണ്ട് സൈസ് കൂടുതലായിരിക്കും, അതിന്റെ ലെവൽ താഴുന്നതനുസരിച്ച് വ്യത്യാസം വരും. ആക്ച്വൽ ബ്രൗസറിൽ ആ പർട്ടിക്കുലർ HTML എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടത് തന്നെ അതിന്റെ കോഡ്, നമ്മൾ എഴുതിയ കോഡ് ഇതായിരുന്നു. ഈ കോഡ് നമ്മൾ ഒരു നോട്ട് പാഡ് ഉപയോഗിച്ച് HTML എക്സ്റ്റൻഷൻ വെച്ച് സേവ് ചെയ്യുകയും അതൊരു ബ്രൗസറിൽ ലോഡ് ചെയ്യുകയും ചെയ്താൽ അത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഫിനിഷ് ചെയ്യാണ്. റെഫറൻസുകൾ നിങ്ങൾ നോക്കുക, വെബ് റെഫറൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ W3 സ്കൂൾസ് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് അവിടെ ഈ ഇപ്പൊ പറഞ്ഞ പോലെ HTML ഒക്കെ അവിടെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യുക, അതിന്റെ ഔട്ട്പുട്ട് കാണുകയും ചെയ്യാം. അപ്പൊ അത് ഇന്ന് തന്നെ ഇത് നോക്കണം, ഈ W3 സ്കൂൾസ് എന്താണ് നിങ്ങളുടെ. എന്നിട്ട് അതിനകത്ത് സെർച്ച് ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള ടാഗോ എന്ത് വേണോ അത് സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടും. നമ്മുടെ റെഫറൻസ് ബുക്സ് ഇതൊക്കെയാണ്, നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ബുക്സ് ആണ്. ഇതൊക്കെ നിങ്ങൾ ലൈബ്രറികളിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈൻ ലൈബ്രറി എന്നിട്ടത് ഇന്ന് തന്നെ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. വീഡിയോ, നമ്മുടെ ഇതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. GPTC പാലായുടെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവൈലബിൾ ആക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ട്വിറ്ററിന്റെ സൈറ്റ് അവരും ഇത് അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പൊ ഈ എക്സസൈസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇന്ന് തന്നെ അത് ചെയ്ത് എനിക്ക് അയച്ചു തരണം. എന്റെ മെയിൽ ID അവിടെ കൊടുത്തിട്ടുണ്ട്, gptcpala.pk.gmail.com. ലിങ്ക് പിന്നീട് ട്വിറ്ററിന്റെ സൈറ്റ് വഴി ലഭ്യമാക്കുന്നതായിരിക്കും, യൂട്യൂബ് ലിങ്ക്. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് മീ. ഈ വെബ് പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലി ഒരു കോഴ്സാണ്. അതുകൊണ്ട് നന്നായിട്ട് അതിന് താല്പര്യമായി എടുത്ത് പഠിക്കാം. എല്ലാവർക്കും ഒരു പ്ലസന്റ് ലേണിംഗ് ആശംസിക്കുന്നു.